എന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ വന്നു നിൽക്കുമ്പോൾ ഞാനൊരു കാര്യം പറയുന്നു. മിസ്റ്റർ ഉദ്ധവ്ജി, നിങ്ങൾ വിചാരിക്കുന്ന ശിവസേനയുടെ അമരക്കാരനല്ല MS പൂർണ്ണചന്ദ്രൻജി. അദ്ദേഹം ഇത്രയും നാള് ഹിന്ദുത്വവും അതിൻ്റെതായ ഛത്രപതി ശിവജിയുടെ ആദർശങ്ങളും ആശയങ്ങൾക്കും ചൂടുപിടിച്ച് മുറുകെ പിടിച്ച് ഭാരത സംസ്കാരത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ഇവിടെ കേരള മണ്ണിൽ ഈ ശിവസേന എന്ന പ്രസ്ഥാനം വേരുറപ്പിച്ചു നിൽക്കുമ്പോ നിങ്ങളുടെ ഒരു സഹായവും ഇവിടെ ഉണ്ടായിട്ടില്ല പൂഞ്ചിക്ക്. അത് ഞങ്ങൾക്ക് പ്രവർത്തകർക്ക് വളരെ നന്നായിട്ട് അറിയാം. പക്ഷെ ഇത്രയും നാളുകൊണ്ട് 34 കൊല്ലം കൊണ്ടുള്ള ഇവിടെ ഇരുന്ന് രാജപ്രമുഖായിരുന്ന ഒരു എന്താ പറയാ, അത്രയും ഒരു ആത്മാർത്ഥതയോടുകൂടി പാർട്ടിയുടെ പിന്തുണയും കാര്യങ്ങളായിട്ട് നിന്നിരുന്ന ഒരു ആളെ ഒരു രീതിയിലും നിങ്ങൾ ഈ രീതിയിലല്ല ചെയ്ത് പോയ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിയ രീതിയിൽ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് ഇത് അവസാനത്തെ ആണിയടിയാണ് കേരളത്തിലെ ശിവസേനയുടെ. ഒരു സംശയവുമല്ല. നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ബാലാസാഹിബ് താക്കറെജി ഉണ്ടാക്കിയ ഈ ഹിന്ദുത്വ മതേതരത്വം വിട്ടുകൊടുത്തുള്ള മതേതരവാദികൾ ശക്തികൾക്ക്, മുസ്ലിം ശക്തികൾക്ക് ശക്തമായ പ്രാരം കൊടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഈ പ്രസ്ഥാനം രൂപീകരിച്ച കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോ, ഹിന്ദുത്വം മുറുക്കെ പിടിച്ചു നിന്നുകൊണ്ട് ശക്തമായ രീതിയിൽ കാര്യങ്ങളായി മുന്നോട്ട് പോകുമ്പോ, ഉദ്ധവ്ജി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ സോണിയാഗാന്ധിയുടെ പാവടച്ചരടിൽ കെട്ടിയിട്ട ഈ പ്രസ്ഥാനത്തിന് ഞങ്ങൾക്ക് പുല്ലുവിലയാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്. ഒരു സംശയം വേണ്ട. ശക്തമായ രീതിയിൽ ഞങ്ങൾ പൂർണ്ണചന്ദ്രജിയുടെ നേതൃത്വത്തിൽ അടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് ഇവിടെ ഞാൻ എല്ലാവരും മുമ്പിൽ നിന്ന് പറയുന്നു. ജയ് പൂർണ്ണചന്ദ്രൻജി, ജയ് ഹിന്ദ്. ഈ പ്രാവശ്യത്തെ ഗണേശോത്സവ ദിവസം 3 മണിക്കൂർ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ശ്രീ വിജയേന്ദ്രൻ. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ മുൻനിർത്തി കേരളത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം എന്ന ബാലാസാഹേബ് താക്കറെജി മകനോട് അച്ഛൻ പറയുന്നത് പോലെ ഭുവനേന്ദ്രൻജിയോട് പറഞ്ഞത് അടുത്ത് ഇരുന്ന് കേട്ട ഒരാളാണ് ഞാൻ. 3-4 മണിക്കൂർ ആ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത് അന്ന് താക്കറെജി ഭുവനേന്ദ്രൻജിയോട് പറഞ്ഞതാണ്. 1174 വാർഡുകളാണ് തിരുവനന്തപുരത്തുള്ളത്. ആ 1174 വാർഡിലെ ഓരോരുത്തരെ വിളിച്ച് ഭുവനേന്ദ്രൻജിയുടെ നേതൃത്വം അംഗീകരിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആദ്യ ഘട്ടത്തിലെ ചടങ്ങ് നടന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ആളുകളുമായി ഇവിടെ എത്തിയ ആദരണീയനായ ശ്രീ വിജയേന്ദ്രൻ അവരുടെ ഈ ഭുവനേന്ദ്രൻജിയുടെ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജിവെച്ച് ഭുവനേന്ദ്രൻജിയോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തെ 2 ബസ്സിൽ ഏതാണ്ട് 70-80 ആളുകളുമായി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തെത്തിയ ശ്രീ വിജയേന്ദ്രനെ വിനയ മത്സരം വേദിയിലേക്ക് ക്ഷണിക്കുക. ശ്രീത്വം തുളുമ്പുന്ന വേദിക്കും സദസ്സിനും അലങ്കാരമായി വിരാജിക്കുന്ന ശിവജി മഹാരാജന്റെ സൈനികരെ ബാൽ താക്കറയുടെ വീര്യം ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങി ശ്രീ ഭുവനചന്ദ്രൻജിയുടെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം വ്യക്തിപരമായ ജീവിതത്തിലും ഒരു മാർഗദർശിയായി നാം ഇടനെഞ്ചിൽ ഏറ്റുവാങ്ങി ഈ ലോകത്തിന് തന്നെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുവാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സുരക്ഷിതമാക്കുവാനും വേണ്ടി അത്യധികം ശക്തിയായ ഒരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള കേരളത്തിൽ നിന്നെമ്പാടുമുള്ള എന്റെ ഏറ്റവും പ്രിയങ്കരായ നേതാക്കളെ, എന്റെ സ്വന്തം സഹോദരരെ, എന്റെ പേര് വിജേന്ദ്രകുമാർ. ശിവസേനയുടെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു.
എല്ലാ നേതാക്കന്മാർക്കും തിരുവനന്തപുരത്തിന്റെ ഹാർദവമായ അഭിവാദ്യങ്ങൾ ആദ്യമേ അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ എന്നോടൊപ്പം ഇന്ന് വന്നിട്ടുള്ള പ്രവർത്തകരിൽ പലരും 20-30 വർഷമൊക്കെ ഭുവൻജിയുടെ നേതൃത്വത്തിൽ കീഴിൽ പ്രവർത്തിച്ച് വളരെയധികം ചാരിതാർത്ഥ്യമടഞ്ഞ സുഹൃത്തുക്കളാണ് എന്നോടൊപ്പം ഉള്ളത്. ഞാൻ ഒരു വർഷത്തിനകത്ത് ശ്രീ ഭുവനേന്ദ്രൻ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിൽ ഒരുപക്ഷെ ഭ്രമിച്ചെന്ന് തന്നെ പറയാം, അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ജോയിൻ ചെയ്ത ഒരു സാധാരണ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അല്ലെങ്കിൽ ശിവസേനയ്ക്ക് ഒരൊറ്റ വാർത്താക്കടയേ ഉള്ളൂ കേരളത്തിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ എഴുതാനും ഒരൊറ്റ വാർത്താക്കടയേ ഉള്ളൂ, നമുക്കൊരൊറ്റ നേതാവേ ഉള്ളൂ, അത് ശ്രീ ഭുവനേന്ദ്രൻജി അവർ മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഈ ഐശ്വര്യ സമൃദ്ധമായ ഒരു ചടങ്ങൊക്കെ നടക്കുമ്പോൾ കത്തിച്ചു വെച്ച നിലവിളക്കിൽ ഓടിപ്പാഞ്ഞെടുക്കുന്ന ചെറിയ പ്രാണികളുണ്ട്. അതുപോലൊരു 4-5 പ്രാണികൾ അല്ലാതെ ഈ ശിവസേനയുടെ ഒരു പ്രവർത്തകൻ പോലും അവിടെ നിന്ന് ശ്രീ ഭുവനേന്ദ്രൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിലുള്ള പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തു പോകില്ല എന്ന് ഞാൻ ഈ സായം സന്ധിയിൽ നമ്മൾ അനന്തപുരിയുടെ പേരിൽ ഞാൻ വാക്ക് തന്നു. ഇന്നിവിടെ കേരളത്തിലെമ്പാടുമുള്ള നേതാക്കന്മാർ തന്നെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 20-30 വർഷം പ്രവർത്തിച്ച നേതാക്കന്മാർ, ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച നേതാക്കന്മാരാൻ സമ്പുഷ്ടമാണ് തിരുവനന്തപുരം ജില്ല. ആ കാലത്ത് നിന്നൊക്കെ ഒരുപാട് പടിപടിയായി നമുക്കറിയാം, ഒരു സന്യാസി ശ്രേഷ്ഠൻ പോലും അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടാകുന്നത് കൊടിയ തപസ്സിൽ കൂടെയാണ്, അല്ലെങ്കിൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന മാർഗങ്ങൾ താണ്ടിയാണ് ഒരു സന്യാസി ചിലപ്പോൾ സന്യാസി ശ്രേഷ്ഠനാവുന്നത്. ഇന്ന് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പല സുഹൃത്തുക്കളും, ഞാനിവിടെ പ്രസന്ന ചേട്ടനൊക്കെ വരുന്നുണ്ട്, അദ്ദേഹത്തിനൊക്കെ ഒരു സമയം ചെറിയ തെറ്റുകൾ കാണിച്ച് ചൂരൽ കൊണ്ട് അടിച്ച് നേരെയാക്കുന്ന നിലപാട് പോലും എടുത്തിട്ടുള്ള ഏക നേതാവെന്ന് ഞാൻ പറയും. ഒരു രാഷ്ട്രീയ രംഗത്ത് ഒരു സാധാരണ ഏതെങ്കിലും മദ്യാസക്തി ഉണ്ടെങ്കിൽ അവിടെ ഒത്തിരി മദ്യം കൊടുത്തുകൂടെ നിർത്തുന്ന നേതാക്കന്മാരുള്ള ഈ രാജ്യത്ത് എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്താൽ കൊച്ചു കുട്ടികളെ ചൂരൽ വെച്ച് അടിക്കുന്നത് പോലെ അടിച്ച് ശകാരിച്ച് നേർവഴിക്ക് കൊണ്ടുവന്ന് ഒരാൾ പോലും തെറ്റായ വഴിയിൽ കൂടെ പോകരുത്, ഒരാൾക്ക് പോലും ഒരു ആപത്ത് പറ്റരുതെന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഒരൊറ്റ നേതാവിനെ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒത്തിരിയധികം കേരളത്തിലെ ഒത്തിരിയധികം വലിയ നേതാക്കന്മാരോടൊപ്പം പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്. എനിക്ക് അങ്ങനെ ഏറ്റവും അധികം സ്നേഹവും ബഹുമാനവും അതിലധികം ഹൃദയത്തോട് ചേർത്ത് ഞാൻ അദ്ദേഹത്തെ നിർത്തുന്നവരെ കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ കൂടെ ത്രൂഔട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളർച്ച നമ്മളിലുള്ള പലരും കൂടെ നിൽക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ KL01 CU 6000 KA09 MB 9549 ഈ 2 വാഹനങ്ങളും ഒന്ന് മാറ്റിയിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ഭുവനേന്ദ്രൻ അദ്ദേഹത്തിന്റെ വളർച്ച കൊടിയ നമ്മുടെ ശിവസേന സംഘടിപ്പിക്കാൻ വേണ്ടി ശിവസേന കേരളത്തിൽ കൊണ്ടുവന്നതുൾപ്പെടെ ആ തുടങ്ങിയതുൾപ്പെടെ അത് ചിറക് വിരിച്ച് പറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം അതിന്റെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ A to Z അതിന്റെ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീക്കി ഒരു വലിയ രീതിയിൽ പ്രസ്ഥാനത്തെ നയിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ വളർച്ച ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഊന്നി പറയുന്നു. അദ്ദേഹത്തിന്റെ വളർച്ച നാം ഏവരും പ്രതീക്ഷിക്കുന്നതിന്റെ എത്രയെങ്കിലും മടങ്ങാണ്. നമുക്കറിയാം, പല പാർട്ടികൾക്കും രാഷ്ട്രീയ നേതൃത്വവും ആത്മീയ നേതൃത്വവും ഉണ്ട്. മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. അതിന്റെ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് പാണക്കാട് ശിഹാബ് തങ്ങളാണ്. അതുപോലെ ക്രിസ്ത്യന്മാർക്ക് നമുക്കറിയാം, ക്രിസ്ത്യന്മാർക്ക് ഒരുപാട് പാർട്ടികളുണ്ട്. മാണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള അനവധി പാർട്ടികളുടെ നേതാക്കന്മാരുമുണ്ട്. അതുപോലെ അതിന്റെ ആത്മീയ നേതൃത്വം പല ഒരുപാട് ഗ്രൂപ്പുകൾ, ഓർത്തഡോക്സ് ആയിരുന്നാലും അങ്ങനെയുള്ള പല ഗ്രൂപ്പുകൾക്ക് പല അച്ഛന്മാർ, പല പേരിലറിയപ്പെടുന്ന അച്ഛന്മാരുണ്ട്. പക്ഷേ നാം ഇന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, തിരുവനന്തപുരത്ത് ഞാൻ വളരെ ഷോർട്ട് ടൈമിലാണ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത്. അതിനോടകം തന്നെ ഒരു 10-ലധികം ക്ഷേത്രങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ പേരിൽ എന്നെ ക്ഷണിച്ചോണ്ട് പോയി അവിടെ ഓരോ കാര്യങ്ങൾക്ക് എന്റെ അടുത്ത് ഉപദേശിച്ചു ചോദിക്കാൻ അന്തപ്പെട്ടു പോയി. എനിക്കത്ര നോളജ് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് മാത്രം പല ക്ഷേത്രങ്ങളിലും
എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ വിളിക്കുന്ന ഏക പേര് ശ്രീ ഭുവനേന്ദ്രൻജിയുടേതാണ്. വളരെ വലിയ ക്ഷേത്രങ്ങളിൽ പോലും വിളിച്ചിട്ട് പ്രതിഷ്ഠയ്ക്ക് ചൈതന്യം കുറവ്, പ്രതിഷ്ഠയ്ക്ക് അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ്? അവർ പോകുന്നത് ആ ക്ഷേത്രത്തിന് തന്ത്രിയുടെ അടുത്തല്ല. ഇന്ന് പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പോയി ഒരു ദിവസം ഫുള്ള് നിന്നാൽ, ഞാൻ ലാസ്റ്റ് പൂജയ്ക്ക് ക്ഷേത്രം തുറക്കുന്ന 4 മണി മുതൽ വൈകുന്നേരം മുഴുവൻ സമയം അവിടെ നിന്നു, അടയ്ക്കുന്നവരെ രാത്രി 10 വരെ അടയ്ക്കുന്നവരെ അവിടെ നിന്നു. അത് ആ അനുഭവവും അനുഭൂതിയും പറഞ്ഞറിയിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ ഇവിടെയുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ദിവസം അടുത്ത 12-ാം തീയതിയാണ് പൗർണമിക്കാവിൽ. ആ ഒരു ഫുൾ ഡേ ആ ക്ഷേത്രത്തിൽ വന്നാൽ ഒരു ജന്മ സുഹൃതം നേടി നമുക്ക് തിരിച്ചു പോകാമെന്ന് ഞാൻ പറയുന്നു. തിരുവനന്തപുരത്ത് ആര് വന്നാലും അവരെ നല്ല ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ച് തിരിച്ചു പോകുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി നമ്മുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്ന് സജ്ജമാണെന്ന് കൂടി ഞാൻ അറിയിക്കുന്നു. ആ കാര്യങ്ങളോട് നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. ഇന്ന് ആധ്യാത്മിക നേതൃത്വത്തിലായാലും രാഷ്ട്രീയ നേതൃത്വത്തിലായാലും ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോ ഞാനൊരു വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം സാമൂഹികം നടക്കുകയായിരുന്നു. ഗണേശോത്സവം ഞാൻ ഒരു വർഷവും പങ്കെടുത്തിട്ടില്ല. ഈ വർഷം അദ്ദേഹത്തോടൊപ്പം പൂർണ്ണ സമയം ഗണേശോത്സവത്തിന്റെ പരിപാടികളുമായിട്ട് കൂടെ നിന്നു. ഞാൻ പഠിക്കുകയായിരുന്നു, വിസ്മയത്തോടുകൂടി നോക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു വന്ന സമയത്ത് എന്നെ പറ്റി ഒരു 1000 പേര് വിളിച്ച് അവൻ കുഴപ്പക്കാരനാണ്, ഈ സംഘടനയിൽ വരരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അതുപോലെ എന്റെ അടുത്തും പൂവനൻ ചേട്ടൻ ഇപ്പടിയാണെന്ന് പറഞ്ഞവരോട് കുറച്ചുപേരുടെ അടുത്ത് പറഞ്ഞു. ആ പറഞ്ഞതിൽ ഒരു പ്രമുഖൻ, ഞാൻ ശിവസേന കൊണ്ട് മാത്രം ഒരു ഉടുതുണി പോലും ഇല്ലാതെ വന്ന് ശിവസേന കൊണ്ട് മാത്രം ജീവിച്ച്, പൂവൻജിയെ കൊണ്ട് മാത്രം ജീവിച്ച്, പൂവനൻചേട്ടനെ കൊണ്ട് മാത്രം ജീവിച്ച് അങ്ങനെ പോയി നല്ല നിലയിലെത്തിയ ഒരാള്. അയാൾ വേറൊരു പാർട്ടി വിട്ടുപോയി. അയാൾ എന്റെ അടുത്ത് പറഞ്ഞു, ഏത് പാർട്ടി പോയാലും ഈ പാർട്ടി വരരുത്. എന്നിട്ട് പൂവനൻചേട്ടനെ പറ്റി ഒരുപാട് കുറ്റം. പക്ഷെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ബുദ്ധി കൂർമ്മതയുള്ള ഒരാള് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലവിലില്ല. പറയുന്ന എതിരാളിയാണ്. പറയുന്നത് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം പറയുന്ന ആളാണ്. അദ്ദേഹത്തിനെ പോലൊരു ചാണക്യൻ, അദ്ദേഹത്തിനെ പോലൊരു ബുദ്ധിശക്തിയുള്ള ഒരാള്, അദ്ദേഹത്തെ പോലൊരു കരുത്തൻ കേരളത്തിലില്ല, കേരള രാഷ്ട്രീയ രംഗത്തില്ല. ആരും ശ്രദ്ധിക്കാതെ സൈലന്റ് ആയിട്ട് അദ്ദേഹം നടക്കുകയാണ് എന്നെന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശത്രുവാണ്. ശത്രുപക്ഷത്തെ അദ്ദേഹം ഈ പറഞ്ഞ ആള് കാണുന്ന ആള് പൂവനൻചേട്ടൻ പറഞ്ഞത് ആ ശത്രുവിനെ കൂടെ വിളിച്ചോണ്ട് പോയി ഈ പ്രസ്ഥാനത്തിൽ ചേർക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ഔന്നിത്യം ഇന്ന് നാം ഏവരും ചിന്തിക്കുന്നതിന്റെ ഒരുപാട് ബിയോണ്ടാണ്. അവിടെ വരുന്ന വിഐപികള് കഴിഞ്ഞ പൗർണമിക്ക് തന്നെ വന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ വന്നു, VSSCയുടെ ഡയറക്ടർ വന്നു, ISROയുടെ ചെയർമാൻ വന്നു. എല്ലാവരും വന്ന് അദ്ദേഹത്തിന്റെ പാദ നമസ്കാരം ചെയ്യുന്ന കാഴ്ച നാം ഏവരും വളരെ ഉൾപ്പെടത്തോടെ ഞാൻ കണ്ടു നിന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ 1-ാം സ്ഥാനം ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഭുവൻജിയുടെ പേര് പറയുന്ന ഒരു സ്ഥിതി തിരുവനന്തപുരത്ത് നമ്മൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഒരു വർഷത്തെ കഠിന പ്രയത്നത്തോടെ നമ്മൾ നോട്ടമിടുന്നത് 1-ാം സ്ഥാനമാണെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. നേരത്തെ ഇവിടെ നമ്മുടെ പള്ളിക്കൽ സുരഞ്ജി പറഞ്ഞതുപോലെ മുഴുവൻ വാർഡുകളും ടാർഗറ്റ് ചെയ്ത് ആ വാർഡ് കമ്മിറ്റി എടുക്കുകയും പഞ്ചായത്ത് കമ്മിറ്റി എടുക്കുകയും നിയമസഭാ നിയോജകമണ്ഡലം കമ്മിറ്റി എടുക്കുകയും മുഴുവൻ മണ്ഡലങ്ങളിലും കമ്മിറ്റി എടുക്കാൻ വേണ്ടി രാപകലില്ലാതെ ഞാനും എന്റെ ടീമും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ഒരു വളരെ കാലം ശിവസേന രൂപവത്കരിച്ച് ശിവസേന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ശിവസേന ഭുവനേന്ദ്രൻ അദ്ദേഹം ഒരു ചൈതന്യമുള്ള ഗണപതി പ്രതിമ വേറൊരു വെൺപാലവട്ടം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ, ഓർമ്മ ശരിയാണെങ്കിൽ വെൺപാലവട്ടം എന്ന ക്ഷേത്രത്തിൽ വളരെ പൂജയും പരിപാലനവുമായി ചൈതന്യം വർദ്ധിച്ചിരുന്ന ഒരു ഗണപതി പ്രതിമ അവിടെ റോഡ് ഇപ്പൊ നിലവിൽ ഇന്ന് കാണുന്ന റോഡ് വന്നപ്പോ അത് ഇളക്കി മാറ്റുകയും അത് അദ്ദേഹം ഒരു നമ്മുടെ വർക്കലുള്ള ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തു. ശിവസേന സ്ഥാപിച്ച ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം നമ്മളെ കൈവിട്ടു പോയിരുന്നു. ഞാൻ ചാർജ് എടുത്തപ്പോഴേ ഞാൻ അതിൽ ഉന്നം വെച്ചിരുന്നു. അത് ഞാൻ എല്ലാവരുടെയും സഹർഷം ഞാൻ അറിയിക്കുന്നു. ആ ക്ഷേത്രം നമ്മൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അതിന്റെ വീഡിയോ, അതിന്റെ തുറക്കുന്ന വീഡിയോ 2-3 ദിവസം മുമ്പ് തുറക്കുന്ന വീഡിയോ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രധാന നേതാക്കൾക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം കേരളത്തിലെ നമ്പർ 1 ആയി മാറുന്ന സമയം ഇപ്പോഴാണെന്ന് ഞാൻ പറയും. ബുദ്ധിയുടെ കാര്യത്തിൽ, പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ, ഏകാഗ്രതയുടെ കാര്യത്തിൽ, അടക്കത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ധൃതിയില്ലാതെ സമാധാനത്തോടെ ഇരുന്ന് വളരെ നിസ്സംഗനായിരുന്നു. ഞാൻ നമ്മുടെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഗുരുദേവനെ പറ്റി പറയുന്ന ഒരു പാട്ടുണ്ട്, ഗുരുസ്തവമുണ്ട്. വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോലുകൾ കണ്ടും മോദസ്ഥിതനായ വസിപ്പൂ മല പോലെ.
എല്ലാ കോലാഹലങ്ങളും കണ്ടാലും മല പോലെ അദ്ദേഹം ഉറച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഞാൻ വിസ്മയത്തോടെ ഞാൻ ഒരു പറഞ്ഞ ഒരു സായനം മതിയാവില്ല. ഞാൻ പറഞ്ഞു വന്നത് രാഷ്ട്രീയ രംഗത്ത് ഇന്ന് നിലവിൽ നമ്പർ 1 അദ്ദേഹമാണ്. അദ്ദേഹം വരും കാലങ്ങളിൽ പാർട്ടിപരമായിട്ട് കൂടി ഇന്ന് അദ്ദേഹം എടുക്കുന്ന തീരുമാനം അദ്ദേഹം പാർട്ടിപരമായിട്ട് കൂടി അത് രാഷ്ട്രീയ രംഗത്ത് ഒന്നാമത് നിൽക്കുന്ന ഒരവസ്ഥ ഒരുപക്ഷെ വരും ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വമുണ്ട്, ക്രിസ്ത്യൻസിന് ആത്മീയ നേതൃത്വമുണ്ട്, എന്തിന് ബുദ്ധിസ്റ്റുകൾക്ക് പോലും ആത്മീയ നേതൃത്വമുണ്ട്. ഹിന്ദുവിനൊരു ആത്മീയ നേതൃത്വമാണെന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികളെ ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവേ കിട്ടൂ, അത് ശ്രീ ഭോജിയുടേതാണ്. നമ്മൾ കൂടെ നിൽക്കുന്നത് നമുക്ക് ബോധ്യമാവുന്നതാണ്. അങ്ങനെ ഈ ആധ്യാത്മിക രാഷ്ട്രീയ നേതൃത്വ രംഗത്ത് അത്യുന്നതങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹം ആണ് നമ്മളൊപ്പം നിൽക്കുന്നത്. എന്നോട് പലരും ചോദിച്ചു, എന്താണ് നമ്മുടെ രാഷ്ട്രീയ നിലപാടിനി? നമ്മുടെ രാഷ്ട്രീയത്തിൽ ചില അനിശ്ചിതത്വങ്ങളൊക്കെ കൂടിയല്ലോ. ഞാൻ പറഞ്ഞ് പേഴ്സണലി ഞാൻ ശിവസേനയുടെ ഒപ്പമല്ല ചേർന്നത്, ഞാൻ ശ്രീ ഭുവനേന്ദ്രൻ അദ്ദേഹത്തിനോടൊപ്പമാണ് ചേർന്നത്. അദ്ദേഹം ഇത്രയധികം ബുദ്ധിശക്തിയുള്ള, ഇത്രയധികം കൗശലതയുള്ള, ഇത്രയധികം കാര്യങ്ങൾ വിശകലന ശേഷിയുള്ള ഒരു നേതാവ് നമുക്കുള്ളപ്പോ നമ്മളെ ഏത് വള്ളത്തിൽ കൊണ്ടുപോകണം, എവിടെ കൊണ്ട് കെട്ടണം എന്നൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടാവും. നമ്മളൊരു സജഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം എന്ത് പറയുന്നോ അവിടെ തലയും കുറിച്ച് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിനോട് പാദ നമസ്കാരം ചെയ്ത് അദ്ദേഹത്തോടൊപ്പം യാത്രയാവും. അതാണ് എന്റെ രാഷ്ട്രീയം. ഇനി ജീവിതത്തിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം പല തവണയും സൂചിപ്പിച്ചു, ഇനി ജീവിതത്തിൽ അദ്ദേഹത്തെ വിട്ടൊരു പണിയില്ല. അപ്പൊ ഈ പല ഒരു ലേഖന സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ ചില സമയത്ത് ചർച്ചകൾ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഭാരവാഹിത്വങ്ങളൊന്നും അദ്ദേഹത്തിനോടൊപ്പം പറഞ്ഞു ഭാരവാഹിത്വങ്ങളൊക്കെ നമുക്ക് അതുപോലെ നിലനിർത്താൻ ചിലപ്പോൾ പറ്റും വിജയന്ദ്രാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പൂനച്ചേട്ട സ്നേഹ കൂടുതലോട്ടാണ് ചില പൂനച്ചേട്ടാന്ന് വിളിക്കുന്നത്, മറ്റാളുകളെ പൂനേന്ദ്രൻ അദ്ദേഹത്തെ പറയാറുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഭാരവാഹിത്വമില്ലെങ്കിലും അങ്ങയോടൊപ്പം ഒരു സാധാരണ പ്രവർത്തകനായി അല്ലെങ്കിൽ അങ്ങയുടെ ഒരു അനുയായിയായി ഞാൻ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് നാം ഓരോരുത്തരും അദ്ദേഹത്തിന് രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിനൊരു അചഞ്ചലമായ ഒരു ഉപാധിയില്ലാത്ത ഒരു പിന്തുണ കൊടുത്തു നോക്കൂ. നാം ഓരോരുത്തരും ഐശ്വര്യ സമൃദ്ധിയാൽ രക്ഷപ്പെടും. നമ്മുടെ സംഘടന രക്ഷപ്പെട്ടാൽ അത് നാടിനാകെ, ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് തിരുവനന്തപുരം ജില്ലയുടെ കൺവെൻഷനെ കൂടുമ്പോൾ പറയും, നമ്മുടെ പ്രവർത്തനം ഓരോരുത്തരെയും, ഇത് ഒരു പ്രവർത്തകൻ ഇവിടെ പ്രമോദ് നെടുമങ്ങാടുള്ള പ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ പഴയ പ്രവർത്തനം താമസിക്കുന്നു. അദ്ദേഹം വളരെ കാലം പഴയ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം പനിയായിട്ട് കിടക്കുന്നതിന് നെടുമങ്ങാട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹം അടുത്ത് കെട്ടിത്തന്നതാണ് ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന. ഞാൻ സാധാരണ നമ്മുടെ മുമ്പൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ഈശ്വരമൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ വീട്ടിലാണ് ആരെങ്കിലും ചരടി കെട്ടിയാൽ ഞാൻ പറയും കുട്ടിച്ചാത്ത നിന്നെ രക്ഷിക്കേണ്ട, ഞാൻ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് അപ്പോഴേ കട്ട് ചെയ്ത് കളയും. ഇപ്പൊ ആ കൊച്ചുങ്ങളൊക്കെ എന്നെ കണ്ട തിരി ജീവിതത്തിൽ കെട്ടിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് അഭിമാനപൂർവ്വം പഴയൊരു പ്രവർത്തനം കെട്ടിത്തന്നെടുത്ത് ഞാൻ പറഞ്ഞു, ഈ രാഖി, ഈ ശിവസേനയുടെ രാഖി എന്നതിന്റെ പേരെങ്കിൽ രാഖി പള്ളിയിലും പൊങ്ങലൊക്കെ ഇരിക്കുന്ന സാധനമാണെന്ന് അറിയാം. എന്നാൽ ഞാൻ പേര് പറയുന്ന കൂട്ടത്തിൽ ഈ ശിവസേനയുടെ ചരട് കെട്ടിരിക്കുന്ന കൈയെടുത്ത് ഉയർത്തി ഒരു കാര്യം പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തിന്റെ നിയമമാകണം. തിരുവനന്തപുരത്തെ പ്രവർത്തകരോട് പറയാനുള്ളതാണ്. അങ്ങനെ നിയമമായാൽ നമ്മുടെ തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റിയാണ്, അത് കേരളത്തിന്റെ നിയമമായി മാറും, അത് ലോകത്തിനെമ്പാടും ഒരു കാഴ്ചയായി മാറും എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അത്രയ്ക്ക് ശക്തിമത്തായ ഒരു സംഘടന കെട്ടിപ്പടുത്താൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണം. അദ്ദേഹത്തോടൊപ്പം അചഞ്ചലമായി നിലനിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ശിവസേന. കൊല്ലം ജില്ലയിലെ മുഴുവൻ നേതാക്കന്മാരുടെയും പ്രതിനിധിയായി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ശ്രീ ശാന്താലയം ശശികുമാർ, നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ളവരുണ്ട്. 2 ജില്ലകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. 2 മണിക്ക് തുടങ്ങുന്ന യോഗം 6 മണിക്ക് പൂർത്തീകരിക്കുമെന്ന നിലയിൽ മറ്റ് ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളവർ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുമുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ ശാന്താലയം ശശികുമാർ. യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനായ പള്ളിക്കൽ സുരഞ്ജി, ആരാധ്യനായ ഭുവൻജി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കന്മാരെ നമസ്കാരം. വളരെയധികം സന്തോഷമുള്ള ഒരു സുദിനമാണിന്ന്. നിങ്ങൾക്കറിയാൻ സാധിക്കും, ഭാരതത്തിൽ 34 വർഷം ഒരു വ്യക്തി
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് തന്നെ നാം വിചാരിക്കാത്ത തരത്തിൽ ഈശ്വരീയമായ ഒരു ചൈതന്യമാണ് ഉണ്ടായിരിക്കുന്നത്. എനിക്ക് മുമ്പേ ഇവിടെ സംസാരിച്ച ധാരാളം പേരും അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് MS ഭുവനചന്ദ്രജിയുടെ കാലഘട്ടമാണ്. ഞാനും ഇവിടെ ഇരിക്കുന്നവർ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം ആ ശിവസേന തുടങ്ങിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ ഇരിക്കുന്ന കാണുമ്പോൾ പോയവരെല്ലാം തന്നെ ദേവൻജിയെ പോയവരെല്ലാം എല്ലാം നമ്മുടെ ഈ കുടുംബത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. കുടുംബത്തിലേക്ക് മടങ്ങി വന്നവർക്ക് വളരെയധികം സന്തോഷവും പ്രതിജ്ഞാനം ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമാണിത്. എന്തു തന്നെയൊക്കെ ആയിരുന്നാലും ശരി തന്നെ നമ്മുടെ നേതൃത്വം എന്ന് പറയുന്ന MS ഭുവനേന്ദ്രജിയുടെ എല്ലാവിധ ആശയങ്ങൾക്കും പൂർണ്ണമായ തലത്തിൽ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എല്ലാ പ്രവർത്തനവും. ഞാനും ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഉള്ളത് വർഷങ്ങളായി 10-30 വർഷങ്ങളായി ഞാൻ അദ്ദേഹത്തോട് നിൽക്കുന്നത്. ആ വ്യക്തിയുടെ ആത്മീയമായ ചൈതന്യം വ്യക്തിത്വത്തിന്റെ മുന്നിൽ 1000 ദശപുഷ്പങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങൾ അർപ്പിക്കുകയാണ്. കാരണം അത്രമാത്രം ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് മാറ്റം ഉണ്ടാക്കുവാനും ആ വ്യക്തി ഏത് തരത്തിലും അറിവുണ്ടാകുന്ന കഴിയാവുന്നതും എല്ലാം അദ്ദേഹത്തിന്റെ ആ ചൈതന്യത്തിന്റെ പ്രശ്നമാണ്. നമുക്കറിയാൻ സാധിക്കും പൗർണമിക്കാവ് പോലുള്ള ക്ഷേത്രങ്ങൾ, നേരത്തെ സാർ ചോദിച്ച 51 അക്ഷര ദേവതയുടെ പ്രസക്തിയും ആ ക്ഷേത്ര സങ്കല്പവും എല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കാൻ ചെയ്ത ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന് പറയുന്നത് ഞാൻ എത്ര തന്നെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ MPയോ MLA ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഭാരതത്തിൽ കേരളത്തിലെ 35 വർഷക്കാലം അതിന്റെ നേതൃത്വത്തിൽ അണികളെ സംഘടിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആശയം എന്താണെന്ന് നോക്കണമെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മാനസിക അന്തരത്തിന്റെ ഉള്ളിൽ MS ഭുവനേന്ദ്രജിയുടെ ആത്മീയമായ ഒരു ചൈതന്യം, ആത്മീയമായ ഒരു പ്രവണത ഉൾക്കൊണ്ടു പോവുകയാണ്. അദ്ദേഹം പറയുന്ന ഏതൊരു കാര്യത്തിനായിരുന്നാലും ശരി തന്നെ കൊല്ലം ജില്ലയും ഞാനും എല്ലാവരും തന്നെ ആത്മാർത്ഥമായി അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുകയും ഈ പ്രസ്ഥാനത്തിന് ഒരു മോചനം ഉണ്ടായിരിക്കുകയാണ്. ഇത് വളരെ സന്തോഷമാണ്. നാളെ മുതൽ എന്തായാലും പുതിയൊരു ജീവിതമായ ഒരു നിലവാരം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ കാലത്തിനെ കുറിച്ച് ഒന്നും സൂചിപ്പിക്കുന്നില്ല, കാരണം എനിക്ക് ധാരാളം പേര് സംസാരിക്കാനുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ജയ് ശിവസേന, ജയ് ഭുവൻജി. ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തകരുടെ ഐക്യദാർഢ്യവുമായി ഭുവനേന്ദ്രജിയുടെ സമീപത്തേക്ക് എത്തിയ ആലപ്പുഴ ജില്ലയിലെ പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ ഉണ്ണിത്താൻ. മണിക്ക് അടുത്ത ചടങ്ങുകൾക്ക് പോകേണ്ട ദൃശ്യ മാധ്യമങ്ങൾ ഭുവനേന്ദ്രജിയുടെ മറുപടി വാക്കുകൾ കൂടി കേൾക്കുവാൻ ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനീയ ശ്രീ പള്ളിക്കൽ സുലേട്ടൻ, നമ്മുടെ എല്ലാം ആദരണീയനായ ശ്രീ MS ഭുവൻജി, വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് മുൻപ് കാലടി വൈകിച്ചേട്ടൻ ഈ സദസ്സിനെ അഭിസംബോധിച്ചു. അതാണ് നമ്മൾക്ക് മുൻപേ കൊടുത്ത ഇവിടുത്തെ ഒരു ചാനൽ, ദേശീയ ഒരു ചാനലിന്റെ മുൻപിൽ കൊടുക്കേണ്ട വാർത്താ സത്യത. ഈ പോയ 35 വർഷം ഈ പ്രസ്ഥാനം ഈ കേരളത്തിൽ ഈ ഇരിക്കുന്ന ഓരോ നേതാക്കന്മാരുടെയും രക്തത്തിൽ ഇത് എത്തിച്ചേർന്നത് ആരിൽ നിന്നാണ്, അതെങ്ങനെ ഈ ഉറച്ച ഈ പ്രസ്ഥാനം നമ്മളിലേക്ക് വന്നത് ആരിൽ നിന്നാണ്, ഇതെല്ലാം നമ്മൾ ഇന്നത്തെ ദേശീയ ചാനൽ കൊടുക്കേണ്ട ഒരു അവസരമായിരുന്നു. പക്ഷെ ഞാൻ വക്കീൽ അദ്ദേഹം സംസാരിച്ചത് അത് വേറൊരു ദിശയിലേക്ക് പോയി. കാരണം ഞാൻ ഏതാണ്ട് ഒരു 10, 30, 25 വർഷത്തിൽ കൂടുതൽ വരുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ
നമ്മുടെ ആരാധ്യനായ ശ്രീ MS ഭുവനേന്ദ്രൻജി, നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ പള്ളിക്കൽ സുനിലേട്ടനും ഒരുമിച്ചുള്ള ഒരു യാത്രയിലാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. എൻ്റെ വീട് തനി ഇടതുപക്ഷ ചിന്താഗതിയുള്ള എൻ്റെ അച്ഛൻ CPIയുടെ മെമ്പർഷിപ്പുള്ള വീടാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് KSU. അപ്പോൾ ഞാൻ ഗൾഫിൽ നിന്നും ലീവിന് വരുമ്പോൾ എനിക്ക് സുനിലേട്ടന് അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ അന്ന് ചെങ്കോട്ടോണം ആശ്രമത്തിൻ്റെ അറിയപ്പെടുന്ന വ്യക്തിയായിട്ടാണ് അദ്ദേഹം അന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയമാണ് നമ്മുടെ ആരാധ്യനായ MS ഭുവനേന്ദ്രൻജിയുമായിട്ട് കാണുന്നത്. അവർ തമ്മിൽ പല പ്രവർത്തനങ്ങൾക്ക് നീങ്ങുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ദിവസം രാത്രി സംസാരിച്ചു കഴിയും. പിറ്റേ ദിവസം ആ രാത്രി കഴിയുമ്പോൾ ഇടതുപക്ഷ ചിന്താഗതിയുള്ള വീട്ടിൽ നിന്നും ഞാൻ MS ഭുവനേന്ദ്രജിയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പ്രവേശനം എടുക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു മാസം 10-25 ദിവസം കഴിയുമ്പോൾ ഈ ഇടതുപക്ഷ ചിന്താഗതിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിശദീകരണ യോഗം നടക്കുമ്പോൾ ഭീകര പ്രവർത്തനമുള്ള ശിവസേനയിലേക്ക് ഇന്നാളിന്റെ മകനും അദ്ദേഹത്തിന്റെ അടുത്ത ആൾക്കാരും ഈ ഭീകര പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണെന്നാണ് മൈക്കിനകത്തൂടെ പ്രസംഗിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ ഓരോ വ്യക്തികളിൽ മാറ്റിക്കൊടുത്ത് ഈ പ്രസ്ഥാനത്തിന്റെ അണികളെ ആയിരക്കണക്കിന് മുൻനിർത്തിയ അദ്ദേഹം ഇന്നലെ ഒരു ചാനലിൽ കൂടെ കേൾക്കാം അദ്ദേഹം രാജിവെച്ചു എന്ന്. അപ്പൊ ആ രാജിക്ക് പിന്നിലുള്ള കാരണം എന്താണെന്ന് അദ്ദേഹത്തിനെ അറിയും. അപ്പൊ അത് അദ്ദേഹം ഈ ദേശീയ ചാനലിലൂടെ അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ പ്രസ്ഥാനം ഇത്രയും വലുതാക്കി അത് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ കേരളത്തിന്റെ പ്രവർത്തന രീതി മനസ്സിലാക്കി കൊടുത്ത അദ്ദേഹത്തിനുണ്ടായ മുറിവ് അല്ലെങ്കിൽ ആ മനസ്സിനുണ്ടായ മാറ്റം എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. കാരണം സമയം ഒരുപാട് കഴിഞ്ഞു. കാരണം ഞാൻ അതൊന്നും കൂടെ പറയാൻ ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് ചില കാര്യങ്ങൾ ഭുവൻജി സാധിച്ച് ബോംബെയിൽ നിന്ന് തരാൻ പറ്റുമോ? എന്റെയും മറ്റു പലരുടെ ആവശ്യങ്ങൾ. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാമകൃഷ്ണ എന്താ വേണ്ടത്, ഞാൻ നടത്തി തരാം, ഞാൻ ചെയ്തു തരാം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെല്ലാം നമ്മുടെ മനസ്സിനെ സന്തോഷപ്പെടുത്താനും നമ്മുടെ മനസ്സ് മറ്റൊരു ചിന്താഗതിയിലേക്ക് പോകാതിരിക്കാനുമുള്ള കാര്യങ്ങളാണ്. അദ്ദേഹം നമ്മളെ സന്തോഷിപ്പിക്കാനും നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനുമുള്ള സംവിധാനം അദ്ദേഹം ചെയ്തു തന്നുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ അവസാനം അദ്ദേഹം പറഞ്ഞത്, ഈ പ്രസ്ഥാനത്തിൽ നിങ്ങളെല്ലാം വലിയവരായിട്ടും നിങ്ങൾ ആരും മോശക്കാരായിട്ടും നിങ്ങൾ ഒന്നിനും ഒരു കുറവായിട്ട് പോകരുത് രാമകൃഷ്ണ. നമ്മുടെ ആരും പോകരുത്, സമൂഹത്തിൽ ആരും പോകരുത്. നിങ്ങൾ എല്ലാവരും പ്രാപ്തരായി ജീവിക്കണം ഈ പ്രസ്ഥാനത്ത്. അതാണ് എൻ്റെ കരുത്തെന്ന് പറഞ്ഞു തന്ന നേതാവാണ് നമ്മുടെ ആരാധ്യനായ MS ഭുവനേന്ദ്രൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബോംബെയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ, ഞാൻ RSSുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്നും മാറി ഞാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ബോംബെയിൽ ചെല്ലുമ്പോൾ നമ്മുടെ താക്കൽജി അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇവിടെ നിന്ന് കേരളത്തിൽ നിന്നും പല ആൾക്കാർ ചെന്നു. അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? പ്രവർത്തിക്കാൻ സമ്പത്ത് വേണം. അപ്പൊ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് ഭുവനേന്ദ്ര ആവശ്യമെന്ന്? എനിക്ക് അങ്ങയുടെ അനുഗ്രഹവും ആശീർവാദവും മതി ഈ പ്രസ്ഥാനം കേരളത്തിൽ വളർത്താൻ. അപ്പോൾ ഏറ്റുവാങ്ങിയത്
ആ ദീപശിഖയുമായിട്ട് ഏറ്റുവാങ്ങി അദ്ദേഹം കേരളത്തിൽ വന്ന് ഈ 35 വർഷവും നമ്മളെ പോലുള്ളവരെ വാർത്തെടുത്ത് ഈ പ്രസ്ഥാനം ഇത്രയും വലുതാക്കി കൊണ്ടുവന്ന ഈ സമയത്ത് ഒരു 4-5 വർഷത്തിന് മുൻപേ അതേ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ട് ഒരാളിനോട് പോയി പറയുന്നു, എടാ നീ വെറും ചന്ത സംസ്കാരത്തിൽ കമ്മിറ്റിയിൽ സംസാരിക്കരുത്, നിനക്ക് പറ്റിയ വേദിയല്ല ഇത്. ഇനി മേലാൽ ആ സംസ്കാരം പറഞ്ഞ വാക്ക് അത് ഞാൻ പറയാം, കള്ള് ഷാപ്പിൽ കറിക്കച്ചവടം നടത്തുന്ന രീതിയല്ല ഈ പ്രസ്ഥാനത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഉട്ടുതുണിക്കും മറുതുണിയില്ലാതെ, അത് ഒറ്റ ഭാഷ ഞങ്ങളുടെ ആലപ്പുഴയിൽ പറയുന്ന, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഇരുന്ന അടുത്ത അവനെ ഈ പ്രസ്ഥാനത്ത് കൊണ്ടുവന്ന് അതിന് വഴിയൊരുക്കി കൊടുത്ത ആ ആളിനു വേണ്ടി ഈ പ്രസ്ഥാനം വഴിയൊരുക്കി കൊടുത്ത ഈ സാഹചര്യത്തിൽ അപ്പം അദ്ദേഹം രാജിവെച്ചു. ആ രാജിയിൽ കൂടെ ഇതെന്താണ് എന്നറിയേണ്ട ഒരു സാഹചര്യവും നമുക്ക് ഈ സമയത്തുണ്ട്. അതറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് എല്ലാ ആശീർവാദവും അനുഗ്രഹങ്ങളും നമ്മൾ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഭുവനേന്ദ്രൻജിയുടെ വാക്കുകളും മറുപടിയും കേൾക്കാൻ കാത്തിരിക്കുന്ന വാർത്താ ദൃശ്യ മാധ്യമങ്ങൾക്ക് വേണ്ടി വളരെ വിനയപരിസരം ഈ വേദിയിലേക്ക് ഭുവനേന്ദ്രൻജിയെ ഒരു വലിയ സിഗ്നൽ വിച്ഛിন্ন ഹয়েছে നമുക്ക് ക്ഷണിക്കാം. ഒരു മണിക്കൂർ കൊണ്ട് മടങ്ങിപ്പോകാൻ വേണ്ടി വന്ന ദൃശ്യമാധ്യമങ്ങൾ തുടങ്ങി 3 മണിക്കൂറായിട്ടും ഇവിടെയുണ്ട്. ദേവനും അവരും തമ്മിലുള്ള സംഭാഷണമെല്ലാം ഞാനിവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. നമുക്ക് പ്രവർത്തകർക്ക് പറഞ്ഞാലും തീരാത്ത വൈകാരികമായ ഒരു നിമിഷമാണെന്നറിയാം. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങ് ഓരോ ജില്ലകളിൽ സംഘടിപ്പിക്കാമെന്ന് കൂടി വിനയപരിസരം അറിയിക്കണം. ഭുവനേന്ദ്രൻജിയുടെ മറുപടിക്കായി നമുക്ക് കാതോർക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സുനിജി, മറ്റു വേദിയിലിരിക്കുന്ന എല്ലാ നേതാക്കളെ, അതേപോലെ ഹാളിൽ വന്നിട്ടുള്ള കേരളത്തിൽ നിരവധി വർഷം കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന നിരവധി ത്യാഗം സഹിച്ചിട്ടുള്ള നേതാക്കൾ, ശരിക്കും 90-ലാണ് ഈ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിക്കുന്നത്. ശരിക്കും 90-ൽ ആരംഭിക്കുന്നത് 87-ല് ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് വേണ്ടി മഹാരാഷ്ട്രയിൽ പോയി ഹിന്ദു ഹൃദയ സമ്രാട്ട് ബാലാസാഹിബിനെ നേരിൽ കാണുകയാണ്. അന്ന് ഞാൻ കാണുന്ന സമയത്ത് ശിവസേനയ്ക്ക് ഇന്ന് കാണുന്ന പേര് അല്ലെങ്കിൽ അംഗീകാരമൊക്കെ ഉള്ള കാലഘട്ടമല്ല. അന്നൊരു MLA മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു. കാരണം അന്ന് മഹാരാഷ്ട്രയിലും എല്ലാ സ്ഥലത്തും ശിവസേനയില്ല. മുംബൈ നഗരത്തിൽ മാത്രമേ ഉള്ളൂ. 1-2 സ്ഥലങ്ങളിൽ നാമമാത്രം പ്രവർത്തിക്കുന്ന മുംബൈ നഗരത്തിന് പുറത്ത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ അന്ന് എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയുള്ള വിശ്വാസം, അങ്ങയുടെ വാക്കുകൾ, ആ വാക്കുകൾ പറഞ്ഞാൽ മാറ്റമില്ലാത്ത വാക്കുകൾ. ആ വാക്കുകളിൽ എനിക്ക് വലിയ ബഹുമാനം തോന്നി. അങ്ങനെയാണ് ഞാൻ വരുന്നത്. അതിനുശേഷം 89 സമയത്ത് ശിവസേനയ്ക്ക് നിരവധി MLA-മാരുണ്ടാകുന്നു. 90-ൽ MP ഉണ്ടാകുന്നു. 95-ൽ പാർട്ടി അധികാരത്തിൽ വരും. ഞാൻ മഹാരാഷ്ട്രയിൽ മുംബൈയിൽ ബാലാസാഹിബിനെ കാണുന്ന സമയത്ത് മുംബൈ നഗരത്തിലായി ഇന്ത്യയുടെ ഒരു സംസ്ഥാനങ്ങളിലും ശിവസേനയില്ല. പിന്നെ എന്റെ പരിശ്രമം മൂലം തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും അതേപോലെ
മറ്റ് നിരവധി സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം ഞാൻ തന്നെ പല വ്യക്തികളെ കാണുകയും പ്രസ്ഥാനം തുടങ്ങുകയും അതിനുശേഷം ഇന്ന് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രസ്ഥാനം വന്നു, പ്രസ്ഥാനം അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണം അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം വിടാൻ കാരണം ഈ ഉദ്ധവ് താക്കറെയുടെ സമീപനം അല്ലെങ്കിൽ നയ രൂപീകരണത്തിൽ അല്ലെങ്കിൽ പാർട്ടി നയത്തിലുള്ള ഒരു അപാകത അല്ലെങ്കിൽ വൈകല്യമാണ് ഇന്നത്തെ കാരണം. ഞാൻ 90 അല്ലെങ്കിൽ 87 ഈ ഉദ്ധവ് താക്കറെ കാണുമ്പോൾ അന്ന് അദ്ദേഹം ശിവസേനയിൽ വന്നിട്ടില്ല. അന്ന് ശിവസേനയിലുള്ളത് രാജ് താക്കറെയാണ്. ഇദ്ദേഹം ഫോട്ടോഗ്രാഫറായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് പാർട്ടിയോട് താല്പര്യം. 95 അദ്ദേഹം ശിവസേന അധികാരത്തിൽ വന്നതിന് ശേഷം കേരളം കാണുന്നതിന് വേണ്ടി കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വരുന്ന സമയത്ത് അദ്ദേഹം ശിവസേനയിലില്ല. ബാലാസാഹിബ് എന്നെ പറഞ്ഞു, എന്റെ മകൻ കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് കേരളം കൊണ്ടുപോയി കേരളത്തിന്റെ ഈ കടലും ഈ കായലുമൊക്കെ കാണിച്ച് അദ്ദേഹത്തിനെ തിരിച്ചയക്കണം. അദ്ദേഹം കുടുംബമായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളോട് പറയുന്നു, ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് രാജ് താക്കറെയാണ്, ഇദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടി നിങ്ങൾ ഉപദേശിക്കണം. അങ്ങനെ അത് അവരുടെ നിർബന്ധ പ്രകാരം നമ്മൾ അഡ്വക്കേറ്റ് ശക്തി എന്ന് പറയുന്ന അദ്ദേഹം വന്ന് ഇദ്ദേഹത്തെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ഇവിടുന്ന് കായലിലെ ഈ കൊച്ചിയിലെ കായലിലെ ബോട്ട് യാത്രയിൽ 2 മണിക്കൂറോളം അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് അങ്ങനെയാണ് ഉദ്ധവ് താക്കറെ വാസ്തവത്തിൽ. ഞാൻ നാട്ടിൽ പോയിട്ട് അച്ഛന്റെ വാക്കുകളോടുകൂടി ഞാനും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാമെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഉദ്ധവ് താക്കറെ. പക്ഷെ അദ്ദേഹം വന്നതിന് ശേഷമാണ് ശിവസേന ഇത്രമാത്രം മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ എല്ലായിടത്തും തകർച്ച. അദ്ദേഹം വന്ന് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന നാരായണനാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള കുറെ MLA പാർട്ടി വിട്ടുപോയി. ഇദ്ദേഹത്തിന്റെ സമീപനം പോലെ. കാരണം പാർട്ടി കാര്യങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം ഫോണെടുക്കില്ല, അല്ലെങ്കിൽ സംസാരിക്കില്ല. അത് കഴിഞ്ഞ് രാജ് താക്കറെ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഇന്ത്യ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 47 MLA-യും 10 MP-മാരും പാർട്ടി വിട്ടു പോകുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നു. അവിടെ പ്രധാന വകുപ്പുകളെല്ലാം, ആഭ്യന്തരം, ഇന്റലിജൻസ് എല്ലാം അദ്ദേഹത്തിന്റെ കൈകളിലിരിക്കുന്നു. ഈ 47 MLA-യും 10 MP-യും അങ്ങനെ ആസാമിൽ പോയി ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ആസാമിൽ കാമാക്ഷി ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹം അറിയുന്നത് 2 ദിവസം കഴിഞ്ഞ് പത്രത്തിൽ വരുമ്പോഴാണ് എന്റെ കൂടെയുള്ള 47 MP-മാർ പാർട്ടി വിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അത്തരം കാഴ്ചപ്പാടില്ലാത്ത ഒരു നേതൃത്വത്തിനോട് അന്ന് തന്നെ ആ പാർട്ടി വിടണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷെ പാർട്ടി വിടാൻ സാധിക്കണം. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഈ അദ്ദേഹം താക്കറെ അല്ലെങ്കിൽ ബാലാസാഹിബിന്റെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കണമെന്ന് വാസ്തവത്തിൽ എനിക്കറിയാം. നാരായണനാണ് പാർട്ടി വിട്ടപ്പോൾ നാരായണനാണ് വാസ്തവത്തിൽ താക്കറെയോടൊപ്പം പാർട്ടി വളർത്തിയാണ് നാരായണനാണ് ശക്തനായ നേതാവാണ്. അങ്ങനെ നിരവധി ആൾക്കാർ വർഷങ്ങളായി പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പാർട്ടി തകർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏതാനും MLA-മാരുണ്ട്. ഇനി 4-5 വർഷം കൊണ്ട് ഇത് ഞാൻ പാർട്ടിയിലേക്ക് പ്രവേശിക്കാൻ അന്ന് മഹാരാഷ്ട്രയിൽ ചെല്ലുമ്പോൾ ഒരു MLA ഉണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് 5 വർഷം കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ ഇത് ഒരു MLA ആയി ഈ പാർട്ടി അപ്രത്യക്ഷമായി അവസാനിക്കാൻ പോകുന്ന ഒരു പാർട്ടിയായി തീരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ സമീപനങ്ങളാണ്. ഈ അടുത്ത സമയത്ത് നമ്മുടെ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു ധർമ്മങ്ങളെക്കുറിച്ചും DMK-യുടെ നേതാവ് സംസാരിക്കുമ്പോൾ ആ DMK നേതാവുമായി അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകൂടി സഖ്യത്തിൽ ഏർപ്പെടുന്നു. ആരാണോ നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രത്തിനെതിരായി സംസാരിക്കുന്ന ഒരു പാർട്ടിയോടുകൂടിയും ഇദ്ദേഹത്തിന് ചേർന്ന് പ്രവർത്തിക്കാൻ യാതൊരു മടിയില്ല. അദ്ദേഹത്തിന് ഒരിക്കലും നമ്മുടെ പാരമ്പര്യത്തിനോട് കൂറുപുലർത്തുവാൻ യാതൊരു അങ്ങനെയുള്ള എതിരാള ശക്തികൾ അദ്ദേഹം കൂട്ടുകൂടുന്നതിന് യാതൊരു മടിയില്ല. അദ്ദേഹത്തിന്റെ അധികാരം, അദ്ദേഹത്തിന്റെ ലക്ഷ്യം വേറെയാണ്. അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകരോട് താല്പര്യമുണ്ട്. രാവിലെ
അദ്ദേഹത്തെ കാണാൻ വേണ്ടി MLA-മാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കടയിൽ കാത്തു നിന്നാൽ അദ്ദേഹം 12 മണിക്ക് മാത്രമേ അവരെ കാണുള്ളൂ. അതുവരെ അദ്ദേഹം പുറത്തു വരില്ല. അവിടെ 1 മണിക്കൂർ കാണും, എന്നിട്ട് അദ്ദേഹം വീട്ടിനകത്ത് കയറും. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ സാമൂഹ്യ പ്രവർത്തനം നടത്താനോ സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനോട് ഒരിക്കലും നമുക്ക് നിൽക്കാൻ സാധിക്കില്ല. അദ്ദേഹം അങ്ങനെയാണ് ഇന്ന് കാണുന്ന മുന്നണിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇനി പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ തെറ്റുകളെ വിമർശിക്കുന്നില്ല. ഒരിക്കലും ഈ പാർട്ടിയിൽ പോയാൽ അത് നാടിന് നല്ലതല്ല. ഈ നിൽക്കുന്ന പ്രവർത്തകരെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. ആ പ്രവർത്തകർ 34-35 വർഷം ഞാൻ അതിനകത്ത് നിന്നതുപോലെ ഇനിയും നിന്ന് ഈ പ്രവർത്തകരുടെ ഭാവി ഇല്ലാതാക്കാൻ സാധ്യമല്ല. നമ്മുടെ പ്രവർത്തകർക്ക് നമ്മളോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരുടെ ഭാവിയെ ഓർത്ത്, അവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ ആ പാർട്ടി വിട്ടു. നമുക്ക് വേറൊരു പ്രസ്ഥാനം തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഈ മാസം 24-ാം തീയതി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഓഫീസിൽ യോഗം ചേർന്ന് ആ പാർട്ടി ഏതാണെന്ന് പ്രഖ്യാപിക്കുകയും അതാണ് നിൽക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും സംരക്ഷിക്കണം, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കണം. ഇതാണ് എന്റെ മുഖ്യമായ ശിവസേന തുടങ്ങി അന്ന് മുതൽ പറയുന്നത്. അത് ഞാൻ പാലിക്കുക തന്നെ. അതിനോടൊപ്പം നമുക്ക് എല്ലാവർക്കും 24-ാം തീയതി ആ തീരുമാനം തിരുവനന്തപുരത്ത് വെച്ച് എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇന്നിവിടെ വന്ന് ഈ യോഗത്തിൽ പങ്കാളിയാവുകയും ഇവിടെ വന്ന് ഇതിനെല്ലാം വേണ്ട പ്രോത്സാഹനം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അനുഗ്രഹവും ആശീർവാദവും തോന്നുന്നു. കേന്ദ്ര മന്ത്രിമാരും 100-ലധികം ചാനലുകളും അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് വന്നാലും മൈക്കിന്റെ മുന്നിൽ വരാത്ത വീരേന്ദ്രൻജി ഗദ്ഗദാകണ്ഠനാവുന്നത് നമ്മൾ കണ്ടു. നമുക്ക് ഐശ്വര്യമായി ആത്മാവീര്യത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കുവാൻ ഭൗതികമായി നേരത്തെ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ തലമുറയിലെ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെയൊക്കെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവർക്കൊക്കെ കുലദേവതയെ സ്മരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പൗർണമിക്കാവും നൽകിയ മഹാനുഭാവനാണ് വീരേന്ദ്രൻജി. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് അവിടെ വരാത്ത ആരെങ്കിലും നമ്മുടെ പ്രവർത്തകരുണ്ടെങ്കിൽ വന്നാൽ ഞങ്ങൾ അവരെ മെച്ച പരവതാനി വിരിച്ച് സ്വീകരിക്കാം എന്ന് ശ്രീ ജയേന്ദ്രൻ സൂചിപ്പിച്ചത്. ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഇന്നലെ BJP-യുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതാവായ ഒരാളിനെ ഞാൻ ഫോണിൽ വിളിച്ചു. ആളിനെ ഞാൻ അവസരം പറയാം. വാർത്ത കണ്ടല്ലോ, കണ്ടു. ബന്ധപ്പെട്ടിരുന്നോ ചേട്ടൻ? എന്തിനാ ബന്ധപ്പെടുന്നത്? അദ്ദേഹം ഞങ്ങളുടെ ആളാണല്ലോ. ഞാൻ പൗർണമിക്കാവിൽ വന്നതും ഞാൻ നമ്മുടെ വേദിയിൽ വന്നതും അദ്ദേഹം ശിവസേനയാണോ അല്ലയോ ഒന്നും നോക്കിയല്ല. അദ്ദേഹം എന്നെ ഗവർണറാക്കിയ പാർട്ടിയുടെ തത്വങ്ങളെ എതിർക്കുന്ന, ഉദ്ധവ്ജിയോടൊപ്പം നിൽക്കുന്ന ആളായപ്പോഴും ഞാൻ പൗർണമിക്കാവിൽ എൻ്റെ ഔദ്യോഗിക ബഹുമതികളോടി വന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ ആളാണ്. വീരേന്ദ്രൻജി ഞങ്ങളുടെ ആളാണ്, സുനിലിന്റെ മാത്രം അല്ല. ആ പറഞ്ഞത് അദ്ദേഹം എഴുതിയ കത്തുമായി 34 കൊല്ലം മുമ്പ് വീരേന്ദ്രൻജിയുടെ ഓഫീസിലേക്ക് ആ കത്ത് തന്നുവിട്ടത്. ഈ യോഗത്തിൽ ശിവസേനയുടെ പ്രതിനിധിയായി വീരേന്ദ്രൻജി പങ്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞ മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവരുകളാണെന്ന് നിങ്ങളുടെ സന്ദർശകരോട്. കോഴിക്കോട്ടെ പപ്പനും രാകേഷും ബിജുവും ഒക്കെ ഇവിടെ ഉണ്ട്. BJP-യുടെ തന്നെ ഗവർണറായി, ഗോവ ഗവർണറായി. ആദരണീയനായ പ്രിയപ്പെട്ട ശ്രീരമ്പളച്ചേട്ടൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച കൈതപ്രതിമയോടൊപ്പം വീരേന്ദ്രൻജി പങ്കെടുക്കുന്ന സപ്താഹത്തിന് നമ്മളെ സ്നേഹിക്കുന്ന ഒരു യോഗം സംഘടിപ്പിച്ചപ്പോൾ ശ്രീ ശ്രീരമ്പളച്ചേട്ടൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുള്ള, തൊട്ടതെല്ലാം പൊന്നാക്കിയ നേതാവാണ് ഞങ്ങളുടെ വീരേന്ദ്രൻ എന്നാണ്.
അപ്പോഴും അദ്ദേഹം അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് നമ്മളെ വഞ്ചിക്കാതെ ഉദ്ധവിയോടൊപ്പം നിൽക്കുകയായിരുന്നു എന്നറിയാം. ഒരു വിഭാഗം, ഷിൻഡെ വിഭാഗം അവരോടൊപ്പം പ്രവർത്തിക്കുമ്പോഴും അതിനോട് ചേരാതെ അച്ഛനോടുള്ള കൂറും നന്ദിയും കൊണ്ട് ആ മകനെ വിടുന്നത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ച് സഹിച്ച് ക്ഷമിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഈ 2 വർഷം. ഗോവ ഗവർണറായിരുന്നപ്പോഴാണ് ബൈജു സംഘടിപ്പിച്ച 50,000 പേർ സംഘടിപ്പിച്ച യോഗത്തിലും പൊന്നേന്ദ്രൻജിക്ക് അക്ഷരദേവതാ പുരസ്കാരം നൽകാൻ ഞാൻ വന്നത്. 1,00,000-ലധികം ആൾക്കാർ പങ്കെടുത്ത പൗർണമിക്കാവിലെ സമൂഹ വിവാഹത്തിൽ ഞാൻ സമയമുണ്ടാക്കി അവിടെ എത്തി. ഇപ്പോ പൊന്നേന്ദ്രൻജിയും കൈലപ്ര തിരുമേനിയും ഒക്കെ ഇങ്ങനെ ഒരു ചടങ്ങ് കോഴിക്കോട് സംഘടിപ്പിക്കുമ്പോൾ ഞാൻ വന്നത് ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ്. അത് പൊന്നേന്ദ്രൻ ഉള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഗോവ ഗവർണർ ശ്രീ PS അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്ന് നോക്കി അദ്ദേഹത്തെ അംഗീകരിച്ചവരല്ല ആരും. എല്ലാം ഇവിടെ ഓരോരുത്തരും പറഞ്ഞ ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തിന്റെ വൈശിഷ്ട്യത്തിൽ ആകൃഷ്ടരായവരാണ് നമ്മളെന്ന അഭിമാനത്തോടെ ഓർക്കാൻ നമുക്ക് കഴിയട്ടെ. അത് നമുക്ക് നന്മയുണ്ടാക്കും. രാഷ്ട്രീയ ജീവിതത്തിലല്ല, രാഷ്ട്രീയം വരുമ്പോൾ നമ്മുടെയൊക്കെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനാണ് നേരത്തെ വിജയേന്ദ്രൻ പറഞ്ഞ പോലെ മുസ്ലിമിന് ഒരു ആധ്യാത്മിക നേതൃത്വമുണ്ട്, അത് പാണക്കാട്ടാണ്. ക്രൈസ്തവർക്ക് ഒരു ആധ്യാത്മിക നേതൃത്വമുണ്ട്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു ആധ്യാത്മിക നേതൃത്വം ഒരു ഹിന്ദു കുടുംബത്തിനുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമാണെന്ന് തെളിയിച്ച നേതാവാണ് നമ്മുടെ പൊന്നേന്ദ്രൻജി എന്ന് തെളിയിക്കുന്നത്. പത്രക്കാർ ദേവനോട് ഇങ്ങനെ സമയം കാട്ടുന്നത് കണ്ട് ആണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അതുകൊണ്ട് നമ്മൾ ഈ വേദിയിൽ ഇനി സംസാരം കുറയ്ക്കേണ്ട. എറണാകുളത്തെ ആതിഥേയ ജില്ലയിലെ ശ്രീ സന്തോഷ് കുമാർ കായംകുളത്ത് നടന്ന മീറ്റിംഗില് എറണാകുളത്ത് നിന്ന് 80 പേരുമായി പൊന്നേന്ദ്രൻജിയുടെ ആശയം കൊണ്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എത്തിയ ആളാണ് ശ്രീ സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ. അന്ന് അദ്ദേഹം ഉദ്ധവിജിയോടൊപ്പമാണ്, ഇന്ന് ഉദ്ധവിജിയോടൊപ്പം അല്ല, അതുകൊണ്ട് വരുന്നില്ല എന്ന് ചിന്തിക്കാതെ ഞാനും വക്കീലുമാണ് ആദ്യം ഇന്നിവിടെ എത്തിയത്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ പൊന്നേന്ദ്രൻജി എവിടെയാണോ, പൊന്നേന്ദ്രൻജി മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോയാൽ നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോകും, പൊന്നേന്ദ്രൻജി കോൺഗ്രസിൽ പോയാൽ പൊന്നേന്ദ്രൻജി നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ നിൽക്കും എന്ന് പറഞ്ഞ് 10,000 സംഘടിപ്പിക്കാൻ ഇപ്പോഴേ 1174 പേരെ വാർഡ് അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ജയേന്ദ്രകുമാർ സംഘടിപ്പിക്കുന്നത് പോലെ പ്ലാനും പദ്ധതിയും പ്രോജക്റ്റും ആവിഷ്കരിക്കുന്ന പ്രിയപ്പെട്ട സന്തോഷ് കുമാർ പൊന്നിയുടെ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രാജിവെച്ച് അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കുന്നു. യോഗാധ്യക്ഷൻ ശ്രീ പള്ളിക്കൽ സുനിൽജി, ആദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ MS പോൻജി, മറ്റു വേദിയിലിരിക്കുന്ന ആദരണീയനായ മറ്റു നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എനിക്ക് ഒരു പ്രശ്നത്തിൻ്റെ ആമുഖമൊന്നും എനിക്ക് സംബന്ധിച്ച വിഷയമല്ല. എനിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നന്ദികേട് കാട്ടാൻ ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതിനാണ്. ഞാൻ ഈ ഉദ്ധവ് താക്കറേനെയോ മറ്റ് ആരെയും കണ്ട്, ബാൽ താക്കറേനെ എനിക്കിഷ്ടമാണ്, ഈ ഉദ്ധവ് താക്കറേനെ മറ്റുള്ള താക്കറേനെ ആരെയും കണ്ടിട്ടല്ല ഈ പാർട്ടിയിലേക്ക് വന്നത്. MS ഭുവനേന്ദ്രൻ എന്ന ആ നേതാവിനെ കണ്ടിട്ട് മാത്രമാണ്. അദ്ദേഹം എവിടെ പോകുന്നോ അവിടെ പോകും, അല്ലാതെ അദ്ദേഹത്തെ ചേട്ടാന്ന് വിളിച്ചിട്ട് പിന്നെ ഒന്ന് കാല് വെട്ടിയിടാൻ ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്. ഞാൻ തന്തയ്ക്ക് പറഞ്ഞവനാണ് കാര്യം ചെയ്യാൻ, മനസ്സിലായോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയത് ഇവിടെ ഒരുത്തരുണ്ട്, സജി എന്ന് പറഞ്ഞാൽ ഞാൻ ചേട്ടാന്ന് വിളിച്ച്, അവന്റെ പേര് പറയാൻ പറഞ്ഞാൽ ദേവൻജി പറഞ്ഞു, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞ സജി തുരുത്തിക്കുന്നേ. അവൻ എന്റെ പ്രിയപ്പെട്ട നേതാവിനെ, എന്റെ ഭുവൻജീനെ കൂടെ നിന്നിട്ട് ചതിച്ചവനെന്ന് ഞാൻ പറയും, ഒറ്റുകാരൻ. കാരണം ആ ഓഫീസ് ഉദ്ധവ് താക്കറെ കിട്ടിയ ഓഫീസല്ല, MS ഭുവനേന്ദ്രന് കിട്ടിയ ഓഫീസാണ്. ആ ഓഫീസിലെ ഭുവൻജി ഒരു വാക്ക് പറഞ്ഞാൽ ഈ നിമിഷം കയറിയിരിക്കും, മുട്ടുകാരൻ അന്വേഷിച്ചിരിക്കും. അത് വാക്കല്ലാത്ത കേസാണ്. അപ്പൊ എനിക്കത് പറയുമ്പോൾ കൂടുതൽ മാനസികമായിട്ടുള്ള വിഷമമുണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ ഭുവൻജി എവിടെ നിൽക്കുന്നോ അവിടെയാണ് എറണാകുളത്തെ പ്രവർത്തകരെല്ലാവരും. ഉശിരുള്ള അനിലിനെ പോലെയുള്ള ഞങ്ങളോട് ഒരു ടീം തന്നെയുണ്ട്. അവരെല്ലാവരും ഭുവൻജിയുടെ ഒപ്പമുണ്ട്. ഭുവൻജിനെ വഞ്ചിക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല, ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1000-ലധികം പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുന്ന തൃശൂർ ജില്ലയിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട ശ്രീ സതീഷ്,
തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ ബിപിൻ ഇവിടെ എത്തിച്ചേരാമെന്ന് എന്നെ ഫോണിൽ അറിയിച്ചിരുന്നു. ചേരുന്നതിന് മുൻപ് എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനായി ഐക്യദാർഢ്യം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ സന്ദേശം സതീഷ് പറയും എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. നമസ്കാരം. ആദരണീയ ഗുരുജി, മറ്റു വേദിയിലെയും ചർച്ചയിലെയും വിശിഷ്ട വ്യക്തികളെ, എല്ലാവരും പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കൂടുതലായിട്ടും സമയത്തൊന്നും പറയാനില്ല. ചേട്ടൻ്റെ കൂടെ നമ്മൾ ചേട്ടൻ എന്നാണ് വിളിക്കുക. ചേട്ടൻ്റെ കൂടെ ഇന്നും ഇക്കാലത്തും നമ്മളുണ്ടാവും. അത് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് ചേട്ടൻ നയങ്ങളോട് ചേർന്ന് നിന്ന് ഉണ്ടാവും. പാർട്ടിയുടെ വിഭാഗീയത അവസാനിപ്പിക്കാൻ ചേട്ടൻ്റെ കൂടെ എന്നും എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കോഴിക്കോട് ജില്ലയെ പ്രതികരിച്ച് നമ്മുടെ എല്ലാ പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ആശംസ അറിയിക്കാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും ശ്രീ ബിജു ഭാരത്. തൃശ്ശൂരിൽ നിന്ന് അജിത്ത് നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ വേദിയിലേക്ക് വരണമെന്ന് പുനരുദ്ധരണി അറിയിക്കും. জিপিএস সিগন্যাল বিচ্ছিন্ন হয়েছে। നമ്മൾ പോകുന്ന വണ്ടിയിലാണെങ്കിൽ തന്നെ ബഹുമാന്യ ഈ സദസ്സിലെയും വേദിയിലെയും മാന്യ വ്യക്തികൾക്ക് എൻ്റെ സാദര നമസ്കാരം. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകളോട് എത്തിയിട്ടുണ്ട്. എൻ്റെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് പ്രവർത്തകരോടെ ഉണ്ട്. അതിൽ ഉപരി ഭുവൻജി എന്ത് തീരുമാനം എടുക്കുന്നോ അതിനോടൊപ്പം കോഴിക്കോട് ജില്ലേൻ്റെ എല്ലാ പ്രവർത്തകരും ഉണ്ടാവും എന്നുള്ളത് എല്ലാവരും ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പാലക്കാട് ജില്ലയിൽ നിന്ന് പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ സുരേഷ്. പാർട്ടി പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, പൗർണമി എന്ന ഒന്നുണ്ടെങ്കിൽ പൗർണമിക തുടങ്ങിയ കാലം മുതൽ അവിടെ സേവ ചെയ്യാനും നൂറുകണക്കിന് പ്രവർത്തകരുമായി ബിജുവിനോടൊപ്പം സുരേഷും ഉണ്ടാവും. പരിപാടിയുടെ അധ്യക്ഷൻ പള്ളിക്കൽ സുന്ദർജി, ആരാധ്യനായ കേരള രാജ്യപ്രമുഖ്, ഇവിടെ ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ കൂടുതലായിട്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പറഞ്ഞ ഒരേ ഒറ്റ കാര്യം തന്നെയാണ് നമ്മൾക്കും പറയാനുള്ളത്. രാജ്യപ്രമുഖ് എന്ത് തീരുമാനിക്കുന്നു കേരളത്തിൽ അതിന്റെ ഒരു ഭാഗമായി പാലക്കാട് ജില്ലയിലെ സജീവമായിട്ടുള്ള പ്രവർത്തകര് അദ്ദേഹത്തിന്റെ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോട്ടയം ജില്ലയിലെ എല്ലാ നമ്മുടെ പ്രവർത്തകർക്കും വേണ്ടി ഐക്യദാർഢ്യം പ്രവർത്തിപ്പിക്കാൻ ശ്രീ സുകുമാരൻ വന്നിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് നിന്ന് പോകുന്നതുകൊണ്ട് പോവുകയും സമ്പർക്ക പ്രമുഖ നമ്മുടെ ശ്രീ പുത്തൂർ വിനോദ് ഐക്യദാർഢ്യം ആ ജില്ലയ്ക്ക് വേണ്ടി പ്രഖ്യാപിക്കും. നമസ്കാരം. ആരാധനായ ശ്രീ MS ഭുവനേന്ദ്രജി ഐക്യദാർഢ്യം അറിയിക്കാനായി ഇവിടെ ചേർന്നിട്ടുണ്ടായിരുന്ന ശ്രീ സുകുമാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുഖമില്ലാതെ ഹോസ്പിറ്റലായി എന്നുള്ള ഒരു അറിയിപ്പ് വന്നതിനെ തുടർന്ന് അദ്ദേഹം ഇവിടുന്ന് പോയി. അവിടുന്ന് കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് 3 പേരെ വരേണ്ടതായിരുന്നു. സുകുമാരന് വരാത്ത സ്ഥിതിക്ക് കോട്ടയം ജില്ലയിൽ ഭുവൻജിയോട് എല്ലാ
കാര്യങ്ങൾക്കും ഒത്തൊരുമയോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പറയുക എന്ന ചുമതല സമ്പർക്ക പ്രമുഖ് എന്ന രീതിയിൽ എനിക്കാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കോട്ടയം ജില്ല ഒപ്പം ഉണ്ടായിരിക്കും എന്ന് ഈ വേദിയിൽ ഞാൻ പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് ദേവൻ സ്വാഗതം അർപ്പിച്ചതുപോലെ ആതിഥേയ ജില്ല എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ ജേക്കബാണ്. ജേക്കബിനൊരു കയ്യടിയോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൂടിയാണ് ശ്രീ ജേക്കബ്. കായംകുളത്തും അദ്ദേഹം എത്തിയിരുന്നു. സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ മറ്റേ ജില്ലകളിൽ നിന്ന് വന്ന 13 ജില്ലകളിൽ നിന്നും എത്തിയ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആതിഥേയത്വം അരുളിയത് എറണാകുളമായതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. നമ്മൾ ഈ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ സുനിൽജി, നമ്മുടെ പ്രിയങ്കരനായ MS ഭുവൻജി, വേദിയിലിരിക്കുന്ന മറ്റു നേതാക്കളെ, ഇന്ന് കമ്മിറ്റിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലാ നേതാക്കളെ, സംസ്ഥാന നേതാക്കളെ, എല്ലാവർക്കും ഇന്ന് ഈ മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എറണാകുളം ജില്ലയുടെ പേരിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ധാരാളം പേർ ഇതിന് ഐക്യദാർഢ്യം നേരിട്ട് പ്രഖ്യാപിക്കാൻ എത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മളിങ്ങനെ ഒരു തീയതി നിശ്ചയിച്ചത് നമ്മുടെ ആഗ്രഹപ്രകാരം ഭുവനേന്ദ്രൻജി നമുക്ക് ഈ ഡേറ്റ് നൽകുകയായിരുന്നു എന്നതാണ് പരമമായ യാഥാർത്ഥ്യം. ഈ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോലും ആഗ്രഹിച്ചില്ല എന്നതാണ് പരമമായ സത്യം. നമ്മുടെ ആഗ്രഹം സാക്ഷാത്കരിച്ച ഒരു ചടങ്ങ് എന്ന നിലയിലും പെട്ടെന്ന് തീരുമാനിച്ച ഒരു തീയതി എന്ന നിലയിലും പലരും മടങ്ങി പോകാൻ ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടും ആണ് നമ്മളിത് ഇപ്പോൾ പൂർണ്ണമാക്കുന്നത്. നമുക്ക് ക്രമേണ ജില്ലാ തലത്തിൽ ഇങ്ങനെയൊരു ചടങ്ങ് ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് ഭാരവാഹികൾ അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന പ്രസിഡന്റ് ആദ്യമോളും നമ്മുടെ ലൈവിനുമൊക്കെ പോയപ്പോൾ അവരുടെ ആഗ്രഹം ഞങ്ങൾക്കും ജില്ലകളിൽ വെച്ച് ഇത് വേണമെന്നാണ്. നിശ്ചയമായും ജില്ലകളിൽ 14 ജില്ലകളിലും ഭുവനേന്ദ്രൻജി കൂടി പങ്കെടുക്കുന്ന ആ ചടങ്ങ് ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ നമ്മളൊക്കെ വരുന്നതിന് മുൻപും ഈ പ്രസ്ഥാനത്തിൽ ഓരോരുത്തരും പറഞ്ഞതുപോലെ ഭുവനേന്ദ്രൻജിയുടെ ആശയങ്ങളോട്, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സന്തോഷ് പറഞ്ഞതുപോലെ നമുക്ക് പരിചയമില്ലാത്ത ദേശീയ നേതാക്കന്മാരെ പരിചയപ്പെടുത്താൻ അവിടെ വളർന്നു നിൽക്കുന്ന ഒരു ചെടിയുടെ അരി കൊണ്ട് തന്ന് നമുക്ക് നൽകി വളർത്തിയെടുത്ത ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ സ്ഥാപകനെ മറന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരൊന്നും ഒരു രംഗത്തും എങ്ങും എത്തിയിട്ടില്ല എന്നും നമുക്കറിയാം. അതുകൊണ്ടത് ഗണേശോത്സവം കൂടി വരുന്ന സമയമാണ്. ആദിശങ്കരൻ്റെ ജന്മസ്ഥലത്ത് ഏതാണ്ട് 1000-ലധികം പേരെ പങ്കെടുത്ത വലിയ ഒരു സ്വാഗത സംഘ യോഗം സംഘടിപ്പിക്കാൻ നമ്മുടെ ബൈജുവും ദേവനും അതിൻ്റെ അണിയറയിലാണ്. ഭുവനേന്ദ്രൻജിയുടെ ഡേറ്റ് കൂടി നമ്മൾ നോക്കുകയാണ്. അത് ഏപ്രിൽ മാസത്തിലുണ്ടാവും എന്ന് അറിയിക്കുന്നു. പിന്നെ ഈ വന്നവരെയൊക്കെ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കിയല്ല അദ്ദേഹം അവരെ സ്നേഹിക്കുന്നത്. അവർ പാർട്ടി വിട്ടു പോയാലും ഏപ്രിൽ 19, 20 തീയതികളിൽ ശനി ഞായറാണ് വളരെ വിശാലമായ ഒരു സ്വാഗത സംഘം ഗണേശോത്സവത്തിന് സംഘടിപ്പിക്കുന്ന വിവരം കൂടി ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. ബാലഗംഗാധര തിലകൻ എന്ന കോൺഗ്രസ് നേതാവാണ് മഹാരാഷ്ട്രയിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചതെങ്കിൽ കേരളത്തിൽ ഗണേശോത്സവത്തിന് തുടക്കം കുറിച്ചത് ഭുവനേന്ദ്രൻജിയാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അദ്ദേഹം ഏത് പാർട്ടിയാണെന്നൊന്നും നമ്മൾ അപ്പോഴും നോക്കില്ല. എൻ്റെ നാട്ടിൽ കേന്ദ്രമന്ത്രിയെ 2 പ്രാവശ്യം സ്വീകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. കേന്ദ്രമന്ത്രി വരുന്നു, വേഗമാണ് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചാൽ നമുക്ക് വെക്കാം എന്ന് പറഞ്ഞ ഏറ്റവും അഭിമാനം കൊണ്ട ഒരു സമയമാണ്. അന്ന് ബാലാസാഹേബ് VK പാട്ടീൽ എൻ്റെ നാട്ടിൽ വന്നു. അതുപോലെ സുരേഷ് പ്രഭു വന്നു. അവരെയൊക്കെ വന്ന തിരുവനന്തപുരത്തിരിക്കുന്ന പത്രസമ്മേളനത്തിലൊന്നും അദ്ദേഹം അവരോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളെയൊക്കെ ആയിരുന്നു അയക്കുന്നത്. ഞാൻ അല്പം മുമ്പ് ഏഷ്യാനെറ്റിലെ അനിലിനോടും അത് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയം കൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളല്ലെങ്കിലും
ശ്രീകോവിലിൽ നിന്ന് ഈ പ്രസ്ഥാനം വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേൽശാന്തി കൂടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് നിങ്ങളെ അഭിമാനപൂർവ്വം മുട്ടുശാന്തിയെ അവിടെ ഏൽപ്പിച്ച് ഇന്ന് ശാന്തിക്ക് ദിവസം 1000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ 2000 രൂപ കൊടുത്തൊരു ശാന്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വലിയ കയ്യടി കൊടുക്കണം, അദ്ദേഹം ഒന്ന് എഴുന്നേൽക്കണം. അത് കൊല്ലത്ത് നിന്ന് വന്ന ശ്രീ ആയാസ് നമ്മുടെ യജ്ഞശാലയിൽ പൂജിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ധാരാളം ജീവിതത്തിന്റെ വിവിധ തുറകളിൽ അതെ നമ്മുടെ അതുപോലെ വേറൊരു അത് ശാന്തിയാണെങ്കിൽ ഇത് മേൽശാന്തിയാണ്. നമ്മുടെ നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച ആധ്യാത്മിക കർമ്മങ്ങളുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു നെൽസൺ, ജേക്കബിനെ പോലെ നെൽസൺ. അപ്പൊ അദ്ദേഹം ഒരു പൂജ മാറ്റി വെച്ചിട്ടാണ് ഇവിടെ വന്നത്. അങ്കമാലിയിൽ നമ്മുടെ യജ്ഞമൊക്കെ നടക്കുമ്പോൾ നെൽസൺ അവിടെ വരാറുണ്ട്. അപ്പൊ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ഇപ്പൊ അദ്ദേഹവുമായി വേദി പങ്കിടാൻ ഞാൻ സത്യം പറയട്ടെ, ഭുവനേന്ദ്രജിയുള്ള വേദിയിൽ അദ്ദേഹം ശിവസേന ആയതുകൊണ്ട് വേദി പങ്കിടാൻ മടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഇല്ല എന്നുകൂടി അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് എന്റെ അയൽവാസി കൂടിയായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ. നമ്മുടെ വീടിന്റെ മുറ്റത്ത് നടന്ന ചടങ്ങിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് ശ്രീ സജി ചെറിയാൻ. ദേവരാജൻ മലപ്പുറം, ഒരു കൈഡി അദ്ദേഹത്തിന് കൊടുക്കണം. ദേവരാജൻ മലപ്പുറം. ഇടുക്കിയിൽ നിന്ന് ബിനീഷ് വന്നിട്ടുണ്ട്, ആദിവാസി മേഖലയിൽ നിന്ന് ബിനീഷ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പൗർണമികാവിലെ വിവാഹത്തിന് സമൂഹ വിവാഹത്തിന് ഓരോ ജില്ലയിലേക്കും പോയതുപോലെ ഇനി നമുക്കെല്ലാം ഓരോ ജില്ലകളിലും ഈ ചടങ്ങ് നടത്താം. അപ്പൊ നമുക്ക് കൂടുതൽ ആ പ്രസ്ഥാനത്തോട് ബന്ധപ്പെടാൻ സാധിക്കും. ഇതിൽ ആദ്യമേ വന്നിട്ടുള്ള ഒരാളെയും പൊഞ്ചി മറന്നിട്ടില്ല. അതേ എന്തെങ്കിലും സാഹചര്യത്തിൽ അല്പകാലം മാറി നിന്നാലും അതിലൊരു ഖേദം അദ്ദേഹം പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് ഒരു തിരക്കുള്ള വളരെ തിരക്കുള്ള ഒരു ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനത്തിന് ഭുവനേന്ദ്രൻജിയും ഞാനും കൂടി വരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം പറഞ്ഞു, വരാം, പക്ഷെ ദേവൻ പൗർണമി കാവിൽ വരണം. അങ്ങനെ ഒരു ഹംസമായി പ്രവർത്തിച്ചത് ഞാനാണ്, എനിക്കതിൽ അഭിമാനമുണ്ട്. അതുപോലെ ബൈജു 10,000 പേരെ സംഘടിപ്പിച്ച് പൗർണമിക്കാവ് അക്ഷരദേവതാ പുരസ്കാരം ഗവർണറെ കൊണ്ട് നിറവറ കർണൻ ചേട്ടനെയും പങ്കെടുപ്പിച്ച് ശങ്കരാചാര്യരുടെ മഠത്തിലെ സ്വാമിയെ കൂടി ഇരുത്തി നടത്തി. ഞങ്ങൾ ബൈജു ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അപ്പൊ ആ പ്രവർത്തകരൊക്കെ നമ്മൾ വരുന്നതിന് മുൻപ് വന്നിട്ടുള്ളവരെയും നമുക്ക് ശേഷം വന്നവരെയും ഒക്കെ ഒരുമിച്ച് ചേർക്കാൻ നമുക്കൊക്കെ സാധിക്കണം. ഓരോ ജില്ലകളിൽ നിന്നും 1000 പേര് മിനിമം പങ്കെടുത്താൽ 14,000 പേരെ സംഘടിപ്പിച്ചുകൊണ്ടൊരു വലിയ സമ്മേളനം നടത്തുന്ന ഏക സമ്മേളനം നമ്മുടെ സമ്മേളനമായിരിക്കുമെന്ന് നമുക്ക് അഭിമാനിക്കാം. എന്റെ നാട്ടിലെ MLA പ്രതിഭയാണ്, യുവ പ്രതിഭയാണ്, മാർക്സിസ്റ്റ് MLA ആണ്. സജി ചെറിയാനും പ്രതിഭയും കൂടി പങ്കെടുത്ത ചടങ്ങിൽ ഭുവനേന്ദ്രൻജിയുടെ സാന്നിധ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എന്റെ വീടിന്റെ മുറ്റത്ത് നടന്ന മീറ്റിംഗിലും അവർ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഹൈന്ദവ ധർമ്മത്തിന് നൽകുന്ന മൂല്യങ്ങൾ ഓർത്താണ് ഞങ്ങളും എത്തിയത്. ശിവസേന തുടങ്ങുന്ന കാലത്ത് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച, അതിന് ഏറ്റവും കൂടുതൽ മർദ്ദനമേറ്റ ത്യാഗിയായ പ്രവർത്തകൻ പ്രസന്നനുമുണ്ടെന്ന് ഭുവനേന്ദ്രൻജി സൂചിപ്പിക്കുകയായിരുന്നു. അതിന് അദ്ദേഹത്തിന് ഒരു വലിയ കയ്യടി. ബൈജു നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ ധർമ്മത്തിന്റെ മൂല്യം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനും ജോലി രാജിവെച്ച് വിവാഹം കഴിക്കാതെ വീട്ടിൽ എല്ലാ സാഹചര്യവും ഉള്ളപ്പോൾ ഭുവനേന്ദ്രൻജിയോടൊപ്പം എത്ര പേരുണ്ട് എന്ന എണ്ണമെടുത്ത് അവിടേക്ക് ഭക്ഷണം കൊടുത്തയച്ച അമ്മ, ആ അമ്മയുടെ വിയോഗ വാർത്ത ഭുവനേന്ദ്രൻജി അറിയുന്നതും കാലടിയിൽ നടക്കുന്ന നമ്മുടെ സമ്മേളനത്തിലാണ്. ഒന്നാലോചിച്ചോ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പോയി കേസ് ഉണ്ടാക്കി പോലീസുകാർ രാത്രിയിൽ വീട്ടിൽ വരുമ്പോ ഇവിടെ 2-3 സഹോദരിമാർ നിനക്കുണ്ടെന്ന് നീ ചിന്തിക്കാത്തതിൽ എനിക്ക് ഖേദമുണ്ട് എന്ന് സ്വന്തം അച്ഛൻ പറഞ്ഞപ്പോ അന്ന് മുതൽ വീട്ടിൽ കയറാതെ പത്മനാഭസ്വാമിയുടെ പാദങ്ങളിൽ താമസിച്ച് നമുക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം നൽകിയ ആളാണ് ഭുവനേന്ദ്രൻജി എന്ന് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഇതൊന്നും അദ്ദേഹത്തിനോട് പറഞ്ഞ കാര്യങ്ങളല്ല. പരമേശ്വർജി പറഞ്ഞു, ഭുവനേന്ദ്ര നിനക്ക് ഇതൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായി നീ ഹിന്ദു പ്രവർത്തനം കണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു കൗൺസിലർ പോലും ഇല്ലാത്ത തിരുവനന്തപുരം MG കോളേജിൽ ഒരു ABVP കൗൺസിലറെ ഉണ്ടാക്കാൻ നീ പ്രവർത്തിച്ചെങ്കിൽ
അതിനേക്കാൾ തീവ്രമായ ഒരു സംഘടന രൂപീകരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഹിന്ദു ഹൃദയ സമ്രാട്ട് ബാലാ സാഹേബ് താക്കറെജിയുടെ തീവ്രവാദം കണ്ട് ഹിന്ദു ധർമ്മം കണ്ടു വന്നത്. അതിൽ നിന്നും മകൻ അകന്നപ്പോ അച്ഛന്റെ ആത്മാവിന് അത് പൊറുക്കുമോ എന്ന് ഖേദിച്ച് നിശബ്ദമായി അദ്ദേഹം നിരീക്ഷിച്ചപ്പോ പലരും പറഞ്ഞു, പുലി പതുങ്ങിയോ? പുലി പതുങ്ങിയില്ല. പുലി ഇനി 24-ാം തീയതി പ്രഖ്യാപിക്കുന്ന എലികളൊക്കെ കേൾക്കട്ടെ. അന്ന് നമുക്കും അതിൽ പങ്കെടുക്കാം. നമ്മുടെ ഐശ്വര്യത്തിന്, നമ്മുടെ ഉന്നമനത്തിന്, വ്യക്തിപരമായി നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ ഐശ്വര്യത്തിനാണ് പൗർണമികാവ് ക്ഷേത്രം എന്നുകൂടി നമ്മൾ മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ മഹാസമ്മേളനം നമുക്ക് പൂർത്തീകരിക്കാൻ വിഷമമുണ്ട്. ഓരോരുത്തരുടെയും വാക്കുകൾ കേൾക്കുന്നതാണ് ഇന്നത്തെ നമുക്ക് ആനന്ദം. ആ ഈശ്വരീയ ധർമ്മത്തിൽ അദ്ദേഹത്തിന്റെ ചിന്ത എന്താണോ അതിന് നമ്മൾ കൂടെ നിൽക്കാൻ എപ്പോഴും നമ്മളും നമ്മുടെ കുടുംബവും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. ദേശീയ ഗാനത്തോടുകൂടി ഇനി ഒഴിവാക്കല്ല, ദേവൻ ഇനിയും നാളെ നേരം കൊടുക്കുന്നവരെ വേണേലും പറയാം. അങ്ങനെ പൗർണമിക്കാവിൽ ദേവൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇനിയും ഉണ്ടാവും. ബൈജു പറഞ്ഞു, ഞാൻ ഇതിനെ പിന്തുണ പ്രഖ്യാപിക്കാൻ വന്നതല്ല, ഞാൻ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ വന്നതാണ്. എല്ലാവരും ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് പൂർണ്ണേന്ദ്രൻജിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെടാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും, വ്യക്തിപരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും നമ്മളെയൊക്കെ ചേട്ട എന്ന് വിളിക്കുന്ന അധികാരികളും സഹോദര എന്ന് വിളിക്കുന്നവരുണ്ട്. അവരെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നത് നമുക്കും നേരത്തെ വിജയേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു അഭിമാനമാണ്. അദ്ദേഹം പാർട്ടി പ്രവർത്തനം നിർത്തി പൗർണമികാവിന്റെ കാര്യത്തിൽ അങ്ങ് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം പാർട്ടി പ്രവർത്തനം നിർത്തി ബാറിൽ താമസമാക്കി എന്ന് ആരും പറഞ്ഞില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. അതും നമുക്ക് വേണ്ടിയാണ്. ഒരു ചായ കുടിക്കണമെങ്കിൽ 48 ഹോട്ടലുകൾ നോക്കും വൈകിയിരിക്കും. അത് ബിനുവിനും എനിക്കൊക്കെ അറിയാം. ഒരു ഭക്ഷണം കഴിക്കുന്നെങ്കിൽ 2 പിടി ചോറ്, ഒരു ദോശ, അങ്ങനെ കഴിച്ച് ഞാൻ വേറൊരു പരമസത്യവും കൂടി പറയട്ടെ. അതവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞ് എൻ്റെ പുണ്യം കുറയ്ക്കല്ലേ എന്ന് പലപ്പോഴും ഞാനൊരു ചാനലിന് വേണ്ടി പറഞ്ഞു എൻ്റെ പേര് പറഞ്ഞ് എൻ്റെ പുണ്യം കുറയ്ക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് പറഞ്ഞില്ല. പക്ഷെ ഇവിടെ ഞാൻ പറയുകയാണ്, പൗർണമികാവ് ദേവിയെ, പൗർണമികാവ് ബാലഭദ്രാമ്മയെ പ്രതിഷ്ഠിച്ചത് ഭുവനേന്ദ്രൻജിയാണ് എന്ന പരമസത്യം ഞങ്ങൾക്ക് അറിയില്ല. താന്ത്രിക കുലപതിയായ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാട് നമ്മുടെ ഗണേശോത്സവത്തിൽ ശംഖുമുഖത്ത് വെച്ച് പറഞ്ഞു, ഭുവനേന്ദ്രൻ അതിന്റെ ചുമതല ഏറ്റെടുക്കണം, ഞാൻ അതിന്റെ കൂടെ നിൽക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ 4 ഇഷ്ടികയുടെ ഉള്ളിലിരുന്ന ആ അമ്മ ഇന്ന് ലോകം മുഴുവൻ വന്നു നിൽക്കുന്ന അമ്മയായി മാറി. കുലദേവതയ്ക്ക് പരിഹാരം. അക്ഷരദേവതകൾ, 51 അക്ഷര ദേവതകൾ. 8 വയസ്സുള്ള എൻ്റെ മകനും 7 വയസ്സുള്ള എൻ്റെ മകളും ഭാര്യയും ഞാനും കൂടി ആദ്യം നെയ്വിളക്കെടുത്തതാണ്. ഇവരൊക്കെ വലിയ ഐശ്വര്യത്തിലെത്തും എന്ന് സൂചിപ്പിച്ചു. നേരത്തെ വിജയേന്ദ്രൻ അത് സൂചിപ്പിച്ചു. ഒരു ജ്യോതിഷൻ പറയാത്ത അദ്ദേഹം പറയും. ജ്യോതിഷൻ വന്ന ഒരു കാര്യവും അറിയാതെ എന്തെങ്കിലുമൊക്കെ സമ്പത്തിന് വേണ്ടി നടത്തിപ്പോയ ക്ഷേത്രങ്ങൾ തകരുമ്പോൾ അദ്ദേഹത്തിനോടാണ് പരിഹാരം ചോദിക്കാൻ വരുന്നത്. ഇന്ന് 28 ക്ഷേത്രങ്ങളോളം തിരുവനന്തപുരം ജില്ലയിൽ നമ്മളുണ്ട്. അടുത്തത് നോട്ട വിട്ട് പിടിച്ച കാര്യം വിജയേന്ദ്രൻ സൂചിപ്പിച്ചു. അതുപോലെ ജില്ലകളിലാകെ നമ്മുടെ ക്ഷേത്രങ്ങൾ വരുന്നതിനും അതൊക്കെ നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് ചിന്തിക്കാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 24-ാം തീയതി ആ പ്രഖ്യാപനത്തിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് യോഗം പൂർണ്ണമാകുന്നതിലുള്ള ഖേദം എല്ലാവരുടെയും മുഖത്തുണ്ട്. അത് പരിഹരിക്കാൻ ദേവന്റെ ഒരു സമംഗള വാക്കുകളോടുകൂടി നമുക്ക് ദേശീയഗാനത്തിലേക്ക് കിടക്കാം. ദേവൻ ഇനി സംസാരിക്കുന്നതിന് സമയപരിധിയില്ല. ഞാൻ ഒരു വാക്കേ ഉള്ളൂ, കൂടുതൽ സംസാരിക്കുന്ന ഒന്നുമില്ല. എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന പ്രവർത്തകർ അതിരാവിലെ പുറപ്പെട്ടവരുണ്ട്. തിരുവനന്തപുരത്തെ പ്രവർത്തകരൊക്കെ വളരെ ബുദ്ധിമുട്ടി ബ്ലോക്കിലൊക്കെ പെട്ടവർ അവസാനം ഓടിയെത്തി. അവർ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ചെറിയ അപാകത എൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ ഏത് പരിപാടി എന്ന് നടന്നിട്ടുണ്ടോ വരുന്നവർക്കെല്ലാം സമൃദ്ധമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ നമ്മുടെ പരിപാടി 2 മണിക്ക് ശേഷമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം ക്രമീകരിക്കാൻ പറ്റാത്തത്. പലരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ അറിയുന്നു. എന്തായാലും അതിന് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുകയാണ് ഈ അവസരത്തിൽ. അതിന് അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ട് എല്ലാ ദിവസവും 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ഡെയിലി അന്നദാനമുണ്ട്, ഡെയിലി കൊടുക്കുന്ന 1000 പേർക്ക് ഭക്ഷണം കഴിക്കുന്ന കേന്ദ്രമുണ്ട് സെന്റർ കടവന്ത്രയിൽ.
അപ്പോൾ അത് 14 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും നോന്ന് ഞാൻ പറയുന്നുണ്ട്, വിശന്നിരിക്കുന്ന സങ്കടം. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണമെന്ന് പറയുന്നു. അതിനോടൊപ്പം എറണാകുളം ജില്ലയിലെ പ്രവർത്തകർ ശ്രീ അനിൽ കുളങ്ങരക്കാട്ടിൽ, ശ്രീ സന്തോഷ്, ശ്രീ കടുപ്പത്ത്, സുരേഷ് കടുപ്പത്ത്, ശ്രീ മുരുകൻ, ശ്രീ KB വേണു, ശ്രീ ലെനിൻ തുടങ്ങി അവരുടെയൊക്കെ എഫോർട്ട് ഈ പരിപാടി പ്രോഗ്രാം വിജയിപ്പിക്കാൻ, അതൊക്കെ KK ബിജു അവരെ ശ്ലാഘിക്കുകയാണ്. ഇവിടുത്തെ ശ്രീ പൗലോസിയേട്ടൻ, ശ്രീ സാബു, അങ്ങനെ തുടങ്ങി എറണാകുളം ജില്ലയിലെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി എന്നൊപ്പം നിന്ന എല്ലാ എൻ്റെ സഹപ്രവർത്തകരോടും അവരെ നന്ദി പറയേണ്ടതുണ്ട്. അവരുടെ എഫോർട്ട് അതിനകത്തുണ്ട്. എന്നിട്ടും എല്ലാവരും വരണ്ട എന്ന് പറഞ്ഞു. സന്തോഷം അനിലും ഇനി ഇങ്ങോട്ട് വരണ്ട ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പ്രവർത്തകർ മാറിപ്പോയിരുന്നു. എന്നിട്ടും ഒരു 50-55 പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരോടെല്ലാം ഉള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ എല്ലാ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ടിരുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഒരു ഏകദിന കൺവെൻഷൻ രാവിലെ ഭക്ഷണവും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകിട്ട് ഭക്ഷണവുമാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ എല്ലാവരും വന്ന ദേവന്റെ ആതിഥേയത്വത്തിൽ നമുക്ക് നടത്താൻ ഗണേശോത്സവത്തിന് മുമ്പ് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ചടങ്ങ് പൂർണ്ണമാക്കി നമുക്ക് വീണ്ടും ഭുവനേന്ദ്രൻജിയുടെ സാന്നിധ്യത്തിൽ ഒത്തുചേരാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേശീയ ഗാനത്തോടുകൂടി നമുക്ക് പൂർണ്ണമാക്കി. എല്ലാവരും കൂടി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കൈ ഉയർത്തിപ്പിടിച്ച് പോണ്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ചിത്രം വേണമെന്ന ഒരു ചാനൽ ഇപ്പോ ദേവനെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് രണ്ട് കൈയും മുഷ്ടി ചുരുട്ടി നമുക്ക് ദേശീയ ഗാനം ചൊല്ലാം. GPS सिग्नल विच्छिन्न হয়েছে। विनायक जय हे भारत भाग्य विधाना पंजाब सिंधु गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगल दायक जय हे भारत भाग्य विधाना जय हे जय हे जय हे जय 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 हे. ഇനി നമുക്ക് കൂപ്പുകയുമായി നമ്മുടെ കുലദേവതകളെല്ലാം സ്മരിച്ച് പൗർണമിക്കാവിലമ്മേ സ്മരിച്ച് പ്രാർത്ഥിച്ച് പൂർണ്ണമാക്കാം. സർവേഷാം സ്വസ്തിർഭവതോ സർവേഷാം ശാന്തിർഭവതോ സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം മംഗളം ഭവതോ സർവേ ഭവന്തോ സുഖിനോ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി സർവം 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 ശ്രീ പൗർണമിക്കാവ് ബാലഭദ്ര ത്രിപുര സുന്ദരി അമ്മ തൃപ്പാദങ്ങളെ സമർപ്പയാമി സർവം 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 ശ്രീ 51 അക്ഷരദേവിമാർ തൃപ്പാദങ്ങളെ സമർപ്പയാമി സർവം 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 ശ്രീ പൗർണമിക്കാവ് ഹാലാസ്യ ശിവഭഗവാൻ തൃപ്പാദങ്ങളെ സമർപ്പയാമി സർവം 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 ശ്രീ പൗർണമിക്കാവ് പഞ്ചമുഖ ഗണപതി തൃപ്പാദങ്ങളെ സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.